ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിപൊളിയായിട്ട് മാത്സ് എക്സാം തകർത്തു വന്നിരിക്കാന്ന് കരുതുന്നു അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് എക്സാം നേരെ തന്നെ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ള എക്സാംസ് അല്ലെ, ആദ്യത്തെ എക്സാംസ് ആണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അല്ലെ. ചെറിയ ചെറിയ പാറ്റേൺസിൽ ചേഞ്ച് ഉണ്ട്, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അല്ലെ. അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു ഈ ഒരു എക്സാമിന് ചോദിച്ചിരിക്കുന്ന 26 ക്വസ്റ്റ്യൻസിനെയും ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോയേക്കാം. ഓക്കെ, നമുക്ക് നേരെ തന്നെ ആൻസേഴ്സ് നോക്കിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് കാണിക്കുന്നു. ഒരു മാർക്കിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. പെർഫെക്റ്റ് സ്ക്വയർസ് തന്നിട്ടുണ്ട് 1, 4, 9. അടുത്തത് എത്രയായിരിക്കും? 16 അല്ലെ. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. 1 മാർക്ക് ക്വസ്റ്റ്യൻ, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം. ഓക്കെ, സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിന്റെയും സം, അവരുടെ തുക എന്ന് പറയുന്നത് 17 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് ടേമിന്റെയും ഫോർത്ത് ടേമിന്റെയും സം എന്ന് പറയുന്നതും ഓൾസോ 17 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, നമ്മൾ സമ്മിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ശരിയാണ്, ട്രൂ ആണെന്ന് കിട്ടി. ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് in an arithmetic sequence. Okay, ഒരു arithmetic sequence ലെ if the sum of two പൊസിഷൻസിന്റെ സം എന്തിനോട് ഈക്വൽ ആയിരിക്കും? സം ഓഫ് അതർ ടു പൊസിഷൻ. ഓക്കെ, ഏതെങ്കിലും രണ്ടുപേരുടെ പൊസിഷൻസിന്റെ സം മറ്റു രണ്ടുപേരുടെ പൊസിഷൻസിന്റെ സമ്മിനോട് ഈക്വൽ ആണെങ്കിൽ അവരുടെ ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ടേംസും എന്താണ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് 3 + 4 ചെയ്യുമ്പോൾ 17 ആണ്. സോറി, മൂന്നാമത്തെ ടൈമും നാലാമത്തെ ടൈമും കൂട്ടുമ്പോൾ 17 വരുന്നു. രണ്ടാമത്തതും അഞ്ചാമത്തതും കൂട്ടുമ്പോൾ 17 വരുന്നു. അതുപോലെ തന്നെ ഇവിടെ പൊസിഷൻ തമ്മിൽ കൂട്ടിയാലും 3 + 4 7 വരുന്നു, 2 + 5 7 വരുന്നു. സോ സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരി തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരി തന്നെയാണ്. ആൻഡ് എന്താ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് റീസൺ ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2ൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി കറക്റ്റ് റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഓപ്ഷൻ സി. എല്ലാവർക്കും 1 മാർക്ക് കിട്ടി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. വേർ ഈച്ച് ടൈം ലീവ്സ് റിമൈൻഡർ 4. ഓക്കെ, റിമൈൻഡർ 4 വേണം, മിച്ചം വരുന്നത് 4 ആയിരിക്കണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 4 വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. നമ്മൾ ഫസ്റ്റ് എക്സസൈസിലാണെന്ന് തോന്നുന്നു അല്ലെ, വെരി ഫസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ആൻഡ് ആ ഒരു സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര ഇവരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ ഡിവിഷൻ ബൈ 6, 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 4 റിമൈൻഡർ വരണം. ഒന്നുമില്ല, 6ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 4 കൂട്ടണം അല്ലെ. 6ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 4 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ വരിക? 10. അതുപോലെ തന്നെ 6ന്റെ മൾട്ടിപ്പിൾ 12 ആണ് അടുത്തത് വരിക. അതിന്റെ കൂടെ 4 കൂട്ടുമ്പോൾ നെക്സ്റ്റ് വരുന്നത് 16 എക്സെട്ര. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരാളെ നമ്മൾ മറന്നു പോകരുത്. 1, 2, 3, 4. ഓക്കെ, മിച്ചം വരേണ്ടത് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതാ നോക്കുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 ഡിവൈഡ് ചെയ്തു എന്നൊക്കെ. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ തരുവാണ്. അപ്പോൾ ഈ 6നേക്കാൾ ചെറിയ നമ്പർ ആണ് അകത്ത് കിടക്കുന്നതെങ്കിൽ റിമൈൻഡർ അതേ നമ്പർ വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 4 എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയേക്കാം. ഇവൻ സമാന്തര ശ്രേണി ആണെങ്കിൽ നമുക്കൊരാളുണ്ടല്ലേ, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഇവിടെ നോക്കിക്കേ, 4ൽ നിന്ന് 6 കൂട്ടുമ്പോൾ 10, 10ൽ നിന്ന് 6 കൂട്ടുമ്പോൾ 16 അല്ലെ. അപ്പോൾ ഇവരുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഡിവിസിബിൾ ബൈ 6ഉം റിമൈൻഡർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് വരാനായിട്ട് സാധ്യത ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്ത് പറയാം? 6. അപ്പോൾ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 6. ഓക്കെ, 6 കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ് നമ്മൾക്ക് ഒന്നാമത്തെ ഉത്തരത്തിൽ കിട്ടുന്നത്. എത്ര മാർക്ക് കിട്ടി? അതെ, 3 മാർക്ക് കിട്ടി. ഇനി അത് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അടുത്ത ആൾ ഉണ്ട്, ബി പാർട്ട് നമുക്ക് നോക്കിയേക്കാം. റൈറ്റ് ദി സീക്വൻസ്. ഇവിടെയും സീക്വൻസ് എഴുതാനാണ്.
of remainders obtained by dividing odd numbers by 10. ഓക്കെ, 10 കൊണ്ട് ഇതാ നോക്കിക്കേ, obtained by dividing the odd numbers by 10. ഓഡ് നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്ത് റിമൈൻഡേഴ്സ്. ആൻഡ് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? എന്തുകൊണ്ട്? വീണ്ടും സെയിം പാറ്റേൺ തന്നെ, ചെറിയൊരു സ്റ്റേറ്റ്മെന്റിന് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, 1, 3, 5, അതുപോലെ തന്നെ 7, 9. ഇനി അടുത്തത് വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ റിപ്പീറ്റ് ചെയ്യും? വീണ്ടും 1, 2, 3, 7 തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, കണ്ടീഷൻ അനുസരിച്ച് വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നു. ഓക്കെ, ഇവിടെ എപ്പോഴും അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കാം, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെ? നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു 4-5 പേര് എടുത്തു കഴിഞ്ഞാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടും, കാരണം ഇവരുടെ കോമൺ ഡിഫറൻസ് എല്ലാം 2 ആണ്. പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണോ വരുന്നത്? അല്ല, 8 ആണ് വരുന്നത്. സോ നമുക്ക് ഈ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്ന സീക്വൻസ് എന്തല്ല, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവത്തില്ല, അതൊരു സമാന്തര ശ്രേണി ആവത്തില്ല എന്നാണ് നമുക്ക് ഉത്തരം വരിക. അപ്പോൾ എത്ര പേര് അല്ല എന്ന് എഴുതി 3 മാർക്ക് കിട്ടിയെന്നൊന്ന് പറയാം. ഓക്കെ അല്ലേ? അത് നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് മേപ്പാർട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പരിചയമുണ്ട് അല്ലേ ആ ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, എനിവേ അടിപൊളിയായിട്ടൊക്കെ ആൻസർ ചെയ്തെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? എന്താണ് പറയുന്നത്? ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, 14, 23, 32 എക്സെട്ര. ഈസ് ദി കോമൺ ഡിഫറൻസ് ഓഫ് എനി. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ടേംസിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 108 വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഏതെങ്കിലും ഒരു ഏത് ടൈം എടുത്താലും, ഓക്കെ ഏത് ഏത് ടേം ആണെന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും 2 ടേംസ് പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 108 വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ അവൻ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 23 - 14 = 6, 3, 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഈ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 108. ഓക്കെ അല്ലേ? കോമൺ ഡിഫറൻസ് ആണ് കൂട്ടി എഴുതുന്നത്, അപ്പോൾ അവരുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 108 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് പറയാം? 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം, അതായത് റിമൈൻഡർ 0 വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 108 എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ്, റീസൺ കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന് മാർക്ക് ഉണ്ട്. അപ്പോൾ 108 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 9. ഓക്കെ, കോമൺ ഡിഫറൻസ് 9ന്റെ മൾട്ടിപ്പിൾ ആണ് 108. ദെർഫോർ എന്ത് പറയാം? ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബി എന്താണ്? 108 ആവാൻ സാധ്യതയുണ്ട്. അത്ര എഴുതി വെക്കുക, അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിക്കാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് എഴുതി എന്ന് കരുതുന്നു. ഇനി എന്താണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് 15th ടേം. ഓക്കെ, വെരി സിമ്പിൾ. 15ാമത്തെ പദം കണ്ടുപിടിക്കുക. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം 14 ആണെന്ന്. അപ്പോൾ 15ാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടേമിന്റെ കൂടെ 14 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 14 ആണ്. 14 + 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് 9 നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 14 + 9 എല്ലാം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 140 ഞാൻ ഫൈനൽ ആൻസർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, 140 നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 140 എവിടെയെങ്കിലും കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി മിസ് ഇത് പറഞ്ഞപ്പോഴാണ്, അയ്യോ ഇത് കാണുമ്പോൾ എൻ്റെ മാർക്കെല്ലാം പോയി, എൻ്റെ A+ പോയി, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് മാർക്ക് എഴുതുന്ന പരീക്ഷയാണ് അല്ലേ? അതൊരു പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷ തന്നെയാണ്. നമുക്ക് ഇനിയും എക്സാംസ്, മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വന്നല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ മാർക്ക് കുറഞ്ഞാലും കൂടിക്കഴിഞ്ഞാൽ നല്ലത്, അടിപൊളിയായിട്ട് ഇനിയും പഠിക്കാം. ഈ കുറഞ്ഞു എന്ന് കരുതാ, ഇനിയും അത് നിങ്ങളും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഇനിയും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായി തന്നെ എന്ത് കിട്ടും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതാ ഈ ഞാൻ കഥകളിലേക്ക് പോകുന്നില്ല, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. 15ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിച്ചു. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് 230. 230 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം, റിമൈൻഡർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പൊസിഷൻ 230ന്റെ സ്ഥാനം കണ്ടുപിടിക്കണം. ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ എത്രാമത്തെ ടേം ആണ് 230 വരിക? എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്നിന്റെ ഇക്വേഷൻ നമുക്കറിയാം, n = എന്താണ്? hn - f/d
+1. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ആൻഡ് ഇവിടുത്തെ HN എന്ന് പറയുന്നത് എന്താണോ ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പർ ആയിരിക്കണം. 230 - 14 ഡിവൈഡഡ് ബൈ 9 +1. ഇവനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 25 എന്ന് വരും. 25ാമത്തെ ടേം ആണ് എന്ത്? 230. കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് മിസ് അത് ചെയ്ത് പോകുന്നില്ല. ആ സ്റ്റെപ്സ് കാര്യങ്ങൾ മാത്രമേ പറയുന്നു, ആൻഡ് ഫൈനൽ ആൻസറും പറയുന്നു. അപ്പോൾ 25ാമത്തെ ടേം ആയിട്ടാണ് ആര് വരുന്നത്? 230 വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. സോ നമുക്ക് 4 മാർക്ക് എത്ര പേർക്ക് കിട്ടി എന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓക്കെ, 2 പാർട്ട് ഉണ്ട്. A ആൻഡ് B എന്ന് പറയുന്ന പാർട്ടാണ് തന്നിരിക്കുന്നത്. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കിയേക്കാം. ഫോർത്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 51. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 4ാമത്തെ ടൈം, ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 51 ആണ്. ആൻഡ് സിക്സ്ത് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5ാമത്തെ ടൈം കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ നമുക്കൊരു എളുപ്പ മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലേ? ABC മെത്തേഡ്. എന്താണ്? 4ാമത്തെ ടേം ഉണ്ട്, 5ാമത്തെ ടേം കണ്ടുപിടിക്കണം, 6ാമത്തെ ടേം ഉണ്ട്. 4ാമത്തതെന്ന് പറയുന്നത് 51, 5 അറിയില്ല. പിന്നെ 6ാമത്തതെന്ന് പറയുന്നത് 45. 2 ടേംസ് അപ്പുറവും ഇപ്പുറവും ഉണ്ട്. നടുക്കുള്ള ടേം കണ്ടുപിടിക്കാനായിട്ട് ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് അങ്ങ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് 51 + 45 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. നമുക്ക് 48 എന്ന് ഉത്തരം വരും. എത്രയാണ്? 48. അപ്പോൾ നമുക്ക് എക്സാമിന് ടൈം സേവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടി നമ്മുടെ എന്താണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയലാഭം, മാർക്ക് ലാഭം, എല്ലാം ലാഭം അല്ലെ? അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആൻസറോട്ട് എത്താൻ പറ്റും. എപ്പോഴാണ് അപ്പുറവും ഇപ്പുറവും ഉള്ള ആളുണ്ട്, നടുക്ക് നമ്മൾക്ക് ടേം കണ്ടുപിടിക്കാം. നടുക്കുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ 2 പേരും തമ്മിൽ കൂട്ടുക ആൻഡ് അവരെ തമ്മിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാട്ടോ. അരിത്തമെറ്റിക് സീക്വൻസിന്റെ അത് മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അരിത്തമെറ്റിക് സീക്വൻസ്, ആംഗിൾസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇവനെ എല്ലാവരെയും പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ഇതേ മെത്തേഡ് തന്നെ ഓപ്റ്റ് ചെയ്യണം എന്നില്ല. ആൻസർ വന്നോ മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ടൈം കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1 നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ഫിഫ്ത്ത് ടൈം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ ഫിഫ്ത്ത് ടൈമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദി ഫിഫ്ത്ത് ടൈം ടു ഗെറ്റ് ദി ഫസ്റ്റ് ടൈം ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. നമുക്കപ്പോൾ നോക്കിയേക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചായിരുന്ന -3 ആണ് വരുന്നത് അല്ലേ? ഞാൻ നോക്കിയേ, 48 - 51. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. കിട്ടിയിട്ടുണ്ടാകും. അതിലിനി കൂടുതൽ കഥ പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് പോയിട്ടുള്ള കുട്ടികളാണ്. കോമൺ ഡിഫറൻസ് അറിയാം. ഓക്കെ, നമുക്കപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ ഫിഫ്ത്ത് ടൈമിൽ നിന്നും 4 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം എന്ന് നമ്മൾക്ക് അറിയാം. ഓക്കെ, അതായത് ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം. എത്രയാണ് ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത്? 48. ഇനി അത് കുഴപ്പമില്ല, ഫിഫ്ത്ത് ടൈം തന്നെ എഴുതി ഞാൻ. ഫിഫ്ത്ത് ടൈം -4 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ? -3 ദാറ്റ് ഈസ് ഫിഫ്ത്ത് ടൈം. ഈ മൈനസും പ്ലസ് ആയി പോകും. +4 × 3 12. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ടൈം കിട്ടാനായി ഫിഫ്ത്ത് ടൈമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം. ഇപ്പോൾ പിടികിട്ടിയോ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. അല്ല, ഫിഫ്ത്ത് ടൈമിൻ്റെ കൂടെ ആഡ് അല്ലല്ലോ, കുറയ്ക്കല്ലേ ഫസ്റ്റ് ടൈം എത്തുമ്പോൾ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഫിഫ്ത്ത് ടൈമിൻ്റെ കൂടെ അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് 12 പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1ാമത്തെ ടൈം കിട്ടും. എങ്ങനെയുണ്ട്? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഓൾറെഡി ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് ഞാൻ എഴുതുന്നില്ല. ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 51 ആണ്. 51. ഓക്കെ, 51 + 12 എത്ര വന്നു? 63 വന്നു. ഫസ്റ്റ് ടൈം 50 എത്രയാ? സോറി 48 കേട്ടോ. 4ാമത്തെ ടൈമാണ് എടുത്തത്. ഓക്കെ, 48 + 12 എന്ന് പറയുന്നത് 0, 60 ആണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 60. 60ന്റെ കൂടെ -3 കൂട്ടണം. അതായത് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ അടുത്ത ആളെ വരും. അതായത് 57. വീണ്ടും
54 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളോട് ഫസ്റ്റ് 3 പേര് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഇനി ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പഠിച്ചു പോവാ, അടുത്ത എക്സാം നമുക്ക് പ്രയോഗിക്കാം. ഓക്കെ, യെസ്. ഇതാ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി അത് ബുദ്ധിമുട്ടായ കുട്ടികൾക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേക്കാം. ഇവിടെ എന്താ പറയുന്നത്? ദി സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 133. അപ്പോൾ മിസ് ഇതൊന്നും മായ്ക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വീണ്ടും ഞാൻ മായ്ച്ച് തന്നെയാണ് എഴുതുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതാം. ആൻഡ് ഇതെല്ലാം അറിയാവുന്നതാണെങ്കിൽ ഒന്ന് 2 സ്പീഡിലിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇതൊക്കെ എനിക്കറിയാം മിസ്, ഇതൊക്കെ ഞാൻ ചെയ്തതാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കിയേക്കാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. ഓക്കെ, ആദ്യത്തെ 7 ടേംസിന്റെ സം എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് പ്ലസ് ഫോർത്ത് പ്ലസ് ഫിഫ്ത്ത് പ്ലസ് സിക്സ്ത് പ്ലസ് സെവൻത്ത് ടേം എന്ന് പറയുന്നത് 133 ആണ്. അതായത് x1 x2 x3 x7 വരെയുള്ള സം അവർ തമ്മിൽ കൂട്ടിയാൽ ഇവിടെ TH ഇടണോട്ടോ. ഞാൻ എളുപ്പത്തിൽ അങ്ങ് എഴുതി പോയതാണ്. 133 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് തന്നിരിക്കുന്നത്. ഫോർത്ത് ടൈം എന്ന് പറയുന്നത് ഈ 7 പേരിലെ മിഡിൽ ടേം ആണ്, മധ്യപദമാണ്. നമുക്കറിയാം മിഡിൽ ടേം, അതായത് ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ ഈ സം, അതായത് 133 ഡിവൈഡഡ് ബൈ എത്ര പേരുടെ സമ്മാണ് തന്നിരിക്കുന്നത്? 7 പേരുടെ സം. 7 ചെയ്താൽ മതി, ആൻസർ ഈസ് 19 എന്ന് കിട്ടും. അപ്പോൾ നാലാമത്തെ ടൈം എന്ന് പറയുന്നത് എത്ര വന്നു? 19 വന്നു. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് 11th ടൈം. 11th ടൈം എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ ആദ്യം തന്നെ നോക്കുക, അടുത്തൊരു സമ്മ് കൂടി തന്നിട്ടുണ്ട്, 14 പേരുടെ സം. പക്ഷെ 11 എന്ന് പറയുന്നത് ഇവന്റെ മിഡിൽ ടൈം ആയിട്ട് വരത്തില്ല. നമുക്ക് വേറൊരു എളുപ്പമാർഗമുണ്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം. ഇതാ നോക്കാം. ഫസ്റ്റ് ടൈം പ്ലസ് സെക്കൻഡ് ടൈം പ്ലസ് എക്സെട്ര പ്ലസ് 7th ടൈം പ്ലസ് 8th ടൈം പ്ലസ് എക്സെട്ര പ്ലസ് 14th ടൈം. ഓക്കെ, അതായത് ഫസ്റ്റ് 14 ടൈംസ് 1 മുതൽ 14 വരെയുള്ള ടേംസിന്റെ സമ്മ് 511 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് 1 മുതൽ 7 വരെയുള്ള സം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 133. അപ്പോൾ ഈ 1 മുതൽ 7 വരെയുള്ള ആളുകൾക്ക് പകരം ഞാൻ 133 കൊടുത്തു. ബാക്കി അതുപോലെ തന്നെ 8th പ്ലസ് 9th ടൈം പ്ലസ് എക്സെട്ര അവിടെ ഉണ്ട് കേട്ടോ. പ്ലസ് 14th ടൈം ഇസ് ഈക്വൽ ടു 511 തന്നെ എഴുതി. ഇനി പ്ലസ് 133 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ 8th പ്ലസ് 7th പ്ലസ് 7th അല്ല 9th പ്ലസ് 10th 11 12 13 and 14th ടൈം. ഇനി ഇവർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ 511 നിന്നും 133 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 378 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, 11th ടൈം എന്ന് പറയുന്നത് ഇത്രയും പേരുടെ സമ്മല്ലേ. ഇപ്പോൾ 8 മുതൽ 14 പേരുണ്ട്. 1 2 3 4 അല്ലേ? നോക്കിയേ, അവരെല്ലാവരുടെയും മിഡിൽ ടൈം ആണ് നമുക്ക് 11 എന്ന് വന്നിരിക്കുന്നത്. ഇനി മിഡിൽ ടൈം കണ്ടുപിടിക്കാനോ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കണ്ടതുപോലെ തന്നെ 11th ടൈം എന്ന് പറയുന്നത് സം, അതായത് 378 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര പേരുടെ സമ്മ തന്നിരിക്കുന്നത്? 1 2 3 4 5 6 7 ഡിവൈഡഡ് ബൈ 7, അതായത് 54 എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ 11ാമത്തെ ടൈം എന്ന് പറയുന്നത് 54 ആണ് വരുന്നത്. സിമ്പിളായി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒരു 150 140 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. സെയിം ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏത് മാർഗം സ്വീകരിച്ചാലും ആൻസർ കറക്റ്റ് ആയി തന്നെ വരും കേട്ടോ. വേറെ മെത്തേഡ്സ് ഉണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് തോന്നി, അതുകൊണ്ടാണ്. തേർഡ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഫോർത്ത് ടൈം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു ഫോർത്ത് ടൈം എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് മിസ് ചെക്ക് ചെയ്തോട്ടെ. ഫോർത്ത് ടൈം നമ്മൾ 19 എന്ന് കണ്ടുപിടിച്ചു. ആൻഡ് 11ാമത്തെ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചു 54 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 2 ടേംസ് തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം എന്നാണ് കരുതിയത്. വേണ്ട, നമുക്ക് എല്ലാ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് തന്നെ പോയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 ടേംസ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 19, 11th ടൈം എന്ന് പറയുന്നത് 54. അപ്പോൾ ഇവരുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ, പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. അതായത്
54 മൈനസ് 19 ഡിവൈഡഡ് ബൈ 11 മൈനസ് 4. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ അഥവാ നമ്മുടെ കോമൺ ഡിഫറൻസ് 5 വരും. കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ റെഗുലർ ക്ലാസ് അല്ലല്ലോ, അപ്പോൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നില്ല. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് കോമൺ ഡിഫറൻസ് 5 എന്ന് വരും. ഓക്കെ, 5 കിട്ടി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫോർത്ത് ടൈമിൽ നിന്നും എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 3 കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ ബാക്കിലോട്ട് പോയാലും മതി കേട്ടോ. 3 കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കിട്ടി. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഈ 3 പേരെയും കണ്ടുപിടിക്കണം. 1 2 3. ഈ ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 19 ആണെന്ന് അറിയാം. ഓക്കെ, അവിടെ അല്ലല്ലേ 19. ഓക്കെ, ഇവിടെയാണ് 19. ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 19 ആണെന്ന് അറിയാം. ഈ ഫോർത്ത് ടൈമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ, മൂന്നാമത്തെ ആളെ കിട്ടത്തില്ലേ? എപ്പടി? അത് തന്നെ. അപ്പോൾ 5 മൈനസ് ചെയ്യുമ്പോൾ 14, വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും കുറയുന്നു. 14 മൈനസ് 5 9 വന്നു. വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4 9 14 19 ഈ ഒരു മെത്തേഡിലാണ്, ഈ ഒരു മെത്തേഡല്ല, ഈ ഒരു സീക്വൻസിലാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തടുത്ത് അല്ലാത്ത ടേംസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് അറിയാം. നേരെ ഈ ഒരു ആളിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടുപിടിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് വരുന്നത്. ആദ്യത്തെ 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങൾ ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ 5ാമത്തത് കഴിഞ്ഞു കേട്ടോ. 5ാമത്തത് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നെന്ന് പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തത് 5ാമത്തെ ടേം. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 5th ടേം എന്ന് പറയുന്നത് 42 ആണ്. ഈ നിങ്ങൾ 5th ടേമിന് വരും ചിലപ്പോൾ x5 എന്നായിരിക്കും എഴുതാം. ഇത്തവണ നമുക്ക് ഇക്വേഷൻസ് മാർക്കില്ല, അറിയാലോ, ഇക്വേഷൻസും ഇല്ല. അതുപോലെ തന്നെ ആ ടേംസ് കാര്യങ്ങളൊന്നും നമുക്ക് പറയുന്നില്ല. അതുകൊണ്ടാണ് 5th എന്ന് മിസ് എളുപ്പത്തിൽ എഴുതുന്നത് കേട്ടോ. ഓക്കെ, x5 എന്ന് എഴുതിയാൽ ശരി തന്നെയാണ്. 5th ടൈം എന്ന് പറയുന്നത് 42 ആണ്. ആൻഡ് 8th ടൈം എന്ന് പറയുന്നത് 62 ആണ്. ഓക്കെ, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? സെക്കൻഡ് ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊരു നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് 5th ടേമിൽ നിന്നും 3 കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി അല്ലേ? 5th ടൈമിൽ നിന്നും 3 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആൻഡ് ഇവിടെ വേറൊരു രീതിയിൽ കൂടി ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ 8th ടൈം കിട്ടണമെങ്കിൽ 5th ടൈമിൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് കൂട്ടണം. അതേ 3 കോമൺ ഡിഫറൻസ് 3D കിട്ടിയാൽ ഇവിടെയും കുറക്കുന്നതായിട്ട് ചെയ്യാലോ. ഇതൊരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈം ലാഭിക്കാം. അല്ല നിങ്ങൾക്ക് സാധാരണ മെത്തേഡേ ചെയ്തിട്ട് കിട്ടുന്നുള്ളൂ മിസ്സേ എന്നുണ്ടെങ്കിൽ അത് ഈ രീതി ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 8th ടൈം എന്ന് പറയുന്നത് 62 ഈസ് ഈക്വൽ ടു 5th ടൈം എന്ന് പറയുന്നത് 42 പ്ലസ് 3D. ഇതിന് ഈ 3D കിട്ടാനായിട്ട് പ്ലസ് 42 ഇപ്പുറത്തോട്ട് കൊടുക്കാം. അപ്പോൾ എത്ര വരും? 20 എന്ന് വരും. 62 മൈനസ് 42 ആവും. ഈസ് ഈക്വൽ ടു 3D. അപ്പോൾ 3D എന്ന് പറയുന്ന ആളുടെ വാല്യൂ 20 എന്ന് കിട്ടി. എപ്പിടി? പെട്ടെന്ന് കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നോക്കാം, 5th ടൈം മൈനസ് 3D. 5th ടൈം എന്ന് പറയുന്നത് 42 മൈനസ് 3D നമുക്ക് കിട്ടി എത്രയാണ്? 20 ആണ്. ആൻസർ പെട്ടെന്ന് തന്നെ വന്നു 12. എങ്ങനെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ എന്തെങ്കിലും ട്രിക്കി ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് കിട്ടിയാൽ നേരെ അപ്ലൈ ചെയ്യാം. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച രീതിയിൽ തന്നെ പോകാം കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് മിസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പല മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല മെത്തേഡായിട്ട് തോന്നി. സോ നമുക്ക് ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ കിട്ടി. ഇതാ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതൊന്നും വായിക്കുന്നുണ്ട് മക്കളെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 14th ടൈം കണ്ടുപിടിക്കാം. അതും വളരെ സിമ്പിളാണ് അല്ലേ? 14th ടൈം നമുക്ക് നോക്കിയേക്കാം. ഓക്കെ സാർ, ഓക്കെ റെഡി അല്ലേ? ഓക്കെ, 14th ടൈം എന്ന് പറയുന്നത് 14ാമത്തെ പദം കണ്ടുപിടിക്കാനായിട്ട് ഈ 8ാമത്തെ ടൈമിൻ്റെ കൂടെ 6 കോമൺ ഡിഫറൻസ് കൂട്ടുക അല്ലേ? അതായത് 3D എന്ന് പറയുന്നത് നമുക്കറിയാം 20 ആണെന്ന്. അപ്പോൾ 6D എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അല്ലേ? 6D എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 20 കൂട്ടുക അല്ലേ? 40 ആയിരിക്കും. ഇതിങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് എഴുതണം എന്നില്ല, ഇവിടെ തന്നെ എഴുതി പോയാലും കുഴപ്പമില്ല. 14th ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 8th ടൈമിൻ്റെ കൂടെ 3D അതായത് 6D കൂട്ടണം. അപ്പോൾ 8th ടൈം എന്ന് പറയുന്നത് 62 പ്ലസ് 20 പ്ലസ് 20 അതായത് 40 നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. എത്ര വന്നു? 102 എന്ന് വന്നു. കുഴപ്പമില്ലല്ലോ, അടിപൊളിയായിട്ട്. ഇത് ഏത് രീതി ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ 14th ടൈം എന്ന് പറയുന്നത് 102 നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 18 ടേംസ്. ആദ്യത്തെ 18 ടേംസിന്റെ സം. അതായത് നമ്മൾക്ക് ഇവിടെ നോക്കുക, 18 പേരുടെ സം കണ്ടുപിടിക്കണം. അതായത് SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു h1 പ്ലസ് HN. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ HN എന്ന് പറയുന്നത് 18 പേരുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 18ാമത്തെ ആളായിരിക്കും നമ്മുടെ HN എന്ന് പറയുന്നത്. ഇനി H1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ആൾ. ഈ രണ്ട് പേരെ നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. SN ഈസ് ഈക്വൽ ടു n/2. 18 പേരുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 18 ആണ് n. 18/2 ഇൻറ്റു h1. ഈ h1 കണ്ടുപിടിക്കാനായിട്ട് 5th ടേം എനിക്കറിയാം. 5th ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 4 കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ? മനസ്സിലായോ? അപ്പോൾ h1ന് പകരം ഞാൻ കൊടുക്കുന്നു 5th ടേമിൽ നിന്നും 4 കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലസ് HN. HN എന്ന് പറയുന്നത് H18 ആണ് അല്ലെ? H18 ആണ് HN. 18 പേരുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. HN എന്ന് പറയുന്നത് അവസാന പദം, ലാസ്റ്റ് ടൈം. 18 പേരുണ്ട്. അപ്പൊ അവസാനത്തെ ആൾ ഈ 18ാമത്തെ ആളല്ലേ? അപ്പൊ H18 കണ്ടുപിടിക്കാനായിട്ട് H8, അതായത് 8ാമത്തെ ടേമിന്റെ കൂടെ 10 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ? 8ാമത്തെ ടേമും 5ാമത്തെ ടേമും നമ്മൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 18/2 9. 5th ടേമും 8th ടേം ഞാൻ ഒരുമിച്ച് എഴുതാൻ പോകുന്നു. അല്ലെങ്കിൽ വേണ്ട, 5th ടേം ഞാൻ എഴുതുന്നു. എത്രയാണ്? 42 മൈനസ് 4D പ്ലസ് 8th ടേം എന്ന് പറയുന്നത് 62. ഓക്കെ, 62 പ്ലസ് 10D. പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. 9 42 പ്ലസ് 62 എത്രയാണ്? 104. 4 2 2 4 6 പ്ലസ് 4 10. ഓക്കെ, 104 എന്ന് വന്നു. മൈനസ് 4D പ്ലസ് 10D. രണ്ടും വേറെ വേറെ സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. 10D ആണോ 4D ആണോ വലുത്? 10D. അപ്പോൾ 10ൽ നിന്നും 4 പോയാൽ 6D വന്നു. ക്ലിയർ ആണോ? ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രേ ഉള്ളൂ. 9 ഇൻറ്റു 104 പ്ലസ് 6 കോമൺ ഡിഫറൻസ് അല്ലേ? 6D എന്ന് പറഞ്ഞാൽ 3D പ്ലസ് 3D, അതായത് എത്ര വന്നു? 40 ആണ് വരിക അല്ലേ? നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. 6D എന്ന് പറയുന്നത് 40 ആണ്. അല്ലെങ്കിൽ 3D പ്ലസ് 3D എന്ന് എഴുതി പോയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് 9 ഇൻറ്റു 144. ആൻസർ മീൻസ് പറഞ്ഞുതരാം, 1296 എന്ന് വരും. ഓക്കെ അല്ലേ? നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് കാണാപ്പാഠം പഠിച്ചു പോയവർക്ക് കിട്ടി കാണൂല, പക്ഷേ അടിപൊളിയായിട്ട് മനസ്സിലാക്കി ഐഡിയ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയവർക്ക് സൂപ്പറായി തന്നെ ചെയ്യാൻ പറ്റും. ആരും വിഷമിക്കൊന്നും വേണ്ട. പരീക്ഷയാണ്, ഇനിയും പരീക്ഷകൾ നമുക്ക് മുന്നിൽ, അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരി പരീക്ഷകൾ എഴുതാൻ കിടക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ തളർന്നു പോകരുത്. എക്സാം പേപ്പർ കണ്ട് ഇനി എന്താണ് മാത്സിന് മാർക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക നന്നായിട്ട്. മീൻസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, മാർക്കിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി നന്നായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എക്സാം പേപ്പറിൽ എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം മൂന്നാമത്തെ ആളാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് നമുക്ക് വർക്ക് എത്ര ഇടുന്നു അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് പോവാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോർ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് ഇനിയും നല്ല രീതിയിൽ തന്നെ ന്യൂട്ടൺസിൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയുള്ള എക്സാംസ് എല്ലാം ഒരുമിച്ച് ഒന്ന് ഫൈറ്റ് ചെയ്ത് മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇനി സെക്ഷൻ ബിയിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സെക്ഷൻ ബിയിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. സെക്ഷൻ ബിയിൽ പറയുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പേഴ്സണലി. ഈ സ്ക്വയർ, അതുപോലെ തന്നെ പെരിമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ്, അതെല്ലാം നല്ല രസമായിട്ട് നമുക്ക് വായിച്ച് നോക്കി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവും. എന്താണ് പറയുന്നത്? ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. ആ സ്ക്വയറിൻ്റെ സൈഡ് എനിക്കറിയില്ല, ഞാൻ എച്ച് സൈഡ് കൊടുത്തു. ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ കുറഞ്ഞു. ആദ്യം എച്ച് ആയിരുന്നു, 2 സെൻറ്റിമീറ്റർ കുറയുമ്പോൾ x-2 എന്നായി. ഓക്കെ, 2 സെൻറ്റിമീറ്റർ കുറഞ്ഞു. അപ്പോൾ അവൻ്റെ ഏരിയയും കുറഞ്ഞു. അപ്പോൾ ഏരിയ അഥവാ പരപ്പളവെന്ന് പറയുന്നത് കുറഞ്ഞപ്പോൾ 81 ആയി. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഒറിജിനൽ സ്ക്വയർ. ഓക്കെ, ഈ എക്സ് കണ്ടുപിടിക്കണം. അത്രയും വലിയ സിമ്പിൾ അല്ലേ? നമ്മളോട് കളി. ഇതിനേക്കാൾ വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ടല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൈഡ് കുറഞ്ഞപ്പോൾ, അതായത് x-2 ആയപ്പോൾ ഏരിയ 81 ആയി. എന്താണ് ഏരിയ ഇക്വേഷൻ? എ സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം, എന്ത് എഴുതിയാലും കറക്റ്റാണ്. അതല്ലേ ഈ 81 തന്നിരിക്കുന്നത്? ഓക്കെ, അതെ. അതായത് എ സ്ക്വയർ, എ എന്ന് പറയുന്നത്
ഒരു സൈഡ് എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ആണ് 81. ഇനി ഭയങ്കര സിമ്പിൾ അല്ലേ, അത് നോക്കിക്കേ. സ്ക്വയർ ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് 81 ആവും. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 9. എക്സ് ഇസ് ഈക്വൽ ടു -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ +2. 9 + 2 11 സെൻറ്റിമീറ്റർ. 11 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇവൻ്റെ അളവ്. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. 1 മാർക്കിൻ്റെ നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവനും ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ നോക്കിക്കേ, ഒരു ഓൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട്, ഒരു ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. xn = 5n + 2. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. എഫ് ഫസ്റ്റ് ടൈം ആദ്യ പദം കണ്ടുപിടിക്കുക. എന്നിന് പകരം 1 കൊടുക്കുക. x1 കണ്ടുപിടിക്കുക. 5 × 1 + 2. 5 × 1 5, 2 + 2 7. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഓക്കെ അല്ലേ? ഇനി നേരെ തിരിച്ച് നമുക്ക് കോമൺ ഡിഫറൻസും ചോദിക്കാറുണ്ട്. നമ്മൾ അതാണ് കൂടുതൽ പ്രതീക്ഷിച്ചതല്ലേ, കോമൺ ഡിഫറൻസ്. ഇതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിൻ്റെ കൂടെയുള്ള നമ്പർ 5 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ മിസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 2 ആളുകളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ഓപ്ഷൻ സി നമ്മൾ ലോക്ക് ചെയ്തു, നമുക്ക് മാർക്ക് കിട്ടി. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സ്ക്വയർ ഉണ്ടോയെന്നും സ്ക്വയർ ഇല്ലാന്നും തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ പറയുന്നത് പ്രൂവ് ദാറ്റ്, പ്രൂഫ് കാണുമ്പോൾ തന്നെ ഓടി പോകണ്ട, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14. ഓക്കെ, 6, 10, 14 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഓക്കെ, ഓറഞ്ച് എടുക്കാം. 6, 10, 14 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രൂഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചിലപ്പോൾ ടീച്ചേഴ്സ് അതിൻ്റെതായ രീതിയിൽ എഴുതിയാലേ മാർക്ക് തരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ മെത്തേഡ് ഉണ്ട്. എന്താണ്? റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് അല്ലേ, റിമൈൻഡർ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ചിലപ്പോൾ നിർബന്ധമായേക്കാം പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്, അത് പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. റിമൈൻഡറിൻ്റെ നമുക്ക് ചെയ്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഇവൻ്റെ xn കണ്ടുപിടിക്കണം. xn = dn + f - d. ഡി എന്ന് പറയുന്നത് ഇനി സെപ്പറേറ്റ് എഴുതി പോകേണ്ട ആവശ്യമില്ല അല്ലേ. 4 ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് 4n + f - d. എഫ് ഫസ്റ്റ് ടൈം 6, 6 - 4 അതായത് 2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 4 × n അതായത് 4ൻ്റെ ഗുണനം, 4ൻ്റെ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നിട്ട് 2 കൂട്ടുന്നു +2. ഇതാണ് xn നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ xn സ്ക്വയർ അല്ലേ, xn സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ കിട്ടിയ 4n + 2 ദി ഹോൾ സ്ക്വയർ ചെയ്യണം. ഇവൻ നമ്മുടെ ഏത് ഫോമിലായി? a + b ദി ഹോൾ സ്ക്വയർ. a + b ദി ഹോൾ സ്ക്വയർ എന്താണ് ഐഡൻറ്റിറ്റി? a² + 2ab + b². എക്ക് പകരം 4n, ബിക്ക് പകരം 2. ഇതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ എഴുതി പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഞാൻ എഴുതാം. ഫൈനൽ ആൻസറിൽ നിന്നും എല്ലായിടത്തും 4 കോമൺ ആണ്. ആ 4 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4 × 4n² + 4n + 1 ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് നിന്നും 4 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്കെല്ലാം എടുത്തു. ഇതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം കഴിഞ്ഞ് വരുന്നതാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയത്. കാൽക്കുലേഷൻസ് മിസ് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫൈനൽ ആൻസർ എഴുതി. ഇവിടെ വന്നിരിക്കുന്നത് 4 × അല്ലേ, 4 × ബ്രാക്കറ്റ് കണ്ടോ, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 +2 ഉണ്ടോ? ഇതുപോലെ +2 മൾട്ടിപ്പിൾ ഓഫ് 4 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 കൂട്ടണം. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 4 മാത്രമേ ഉള്ളൂ. സോ ഈ 2 പേരും അല്ലെ, 2 പേരുടെയും ഓൾജിബ്രിക് എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, xn ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഇതുപോലെയല്ലേ, ഇത് തന്നെയല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്ന് തെളിയിക്കണം. അതെ, ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. അതൊന്ന് എഴുതി ഡബിൾ അണ്ടർലൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ്. ഇവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാ എക്സാമിനും മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് പറയുന്നത്? ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 7. എന്നാൽ ഈ കോൺസിക്യൂട്ടീവ് 7 അല്ല 4. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണനങ്ങളാണ്. ഓക്കെ, 4ൻ്റെ ഗുണനങ്ങളാണ്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്നത്. 4 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന 4ൻ്റെ ഗുണനം 8 ആണ്. 8 കഴിഞ്ഞാൽ തൊട്ടടുത്ത് 4ൻ്റെ ഗുണനം 12 ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4ൻ്റെ ഗുണനങ്ങൾ. അപ്പോൾ ആദ്യത്തെ നമ്പർ എനിക്കറിയില്ല, ഫസ്റ്റ് നമ്പറിനെ ഞാൻ
എച്ച് ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത നമ്പർ 4ന്റെ ഗുണനമാണ്. 4 കഴിഞ്ഞാൽ 8. എത്ര കൂട്ടണം? ആദ്യത്തെ നമ്പറിന്റെ കൂടെ 4 കൂട്ടണം. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് x+4 ആണ്. ഇവരുടെ പ്രൊഡക്റ്റ്, ഇവരുടെ ഗുണനമാണ് 672. അതായത് x+4 ചെയ്യുമ്പോൾ 672 വരും. ഫോം ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ഗിവൺ സ്റ്റേറ്റ്മെന്റ് കിട്ടി. x into x square plus x into 4x is equal to 672. ഇനി what are the numbers? വെരി സിമ്പിൾ. എന്ത് ചെയ്യണം? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് x² പ്ലസ് 4h is equal to 672. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക. 4ന്റെ പകുതി 2. 2 സ്ക്വയർ ഇവിടെയും കൂട്ടുന്നു, 2 സ്ക്വയർ ഇവിടെയും കൂട്ടുന്നു. എന്നാ നോക്കാം. h² പ്ലസ് 4h പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 672 പ്ലസ് 4 676. സ്റ്റെപ്സ് ഞാൻ കുറച്ച് കുറക്കുന്നുണ്ട്. എച്ച് സ്ക്വയറിൽ നിന്ന് എക്സും 2 സ്ക്വയറിൽ നിന്ന് 2ഉം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് x+2 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 676. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലേടാ? അത് തന്നെ, ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളായിട്ടായിരിക്കും ഇവിടെ വരുത്തിയാൽ പിന്നീട് നിങ്ങൾ ഏറ്റു അല്ലേ? ഇത്രേ ഉള്ളൂ. x+2 is equal to സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് 676. ദാറ്റ് ഈസ് x+2 is equal to എന്ത് വരും? 26 എന്ന് വരും. ദാറ്റ് ഈസ് x is equal to +2 അപ്പുറത്തോട്ട് പോകുമ്പോൾ -2. 26 - 2 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ 24 ആണ്. സെക്കൻഡ് നമ്പർ x+4, അതായത് 24 + 4 എത്ര വന്നു? 28. 2 നമ്പേഴ്സും അടിപൊളിയായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമുക്ക് വേണ്ട ആളുകളെല്ലാം ക്വസ്റ്റ്യനിലുണ്ടാവും. മാത്സ് ഓഫ് കോഴ്സ് എല്ലാ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ്. ഇത് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റെപ്സും വായിച്ച് നോക്കി അതിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്കിനി ഞാൻ കൂടുതൽ വിവരിച്ചിനി പോകുന്നില്ല. മാത്സ് അടിപൊളിയാണ്, അതിൽ തർക്കമൊന്നുമില്ല അല്ലേ? ഓക്കെ, എന്താ 11ാമത്തെ ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n ടേംസിന്റെ സം. ഓക്കെ, ഇത് നമ്മൾ ലൈവിലും അതുപോലെ തന്നെ ക്ലാസ്സിൽ സെയിം പ്രോബ്ലം സെയിം ആ നമ്പർ പോലും മാറാതെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മക്കളെ. ഓർമ്മയുണ്ടാവുമല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലേ മക്കളെ ഓർമ്മയുണ്ടാവുമെന്ന്. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടാകും, അല്ലാത്ത പുറത്തുനിന്ന് കാണുന്ന കുട്ടികൾക്കും. ഞാൻ കുറച്ച് നേരമായല്ലേ വരച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ ലൈൻ വന്നില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. പുറത്തുള്ള കുട്ടികൾ നിങ്ങളും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമാണ്, ഓൾജിബ്രിക് ഫോമാണ് നമുക്ക്. അപ്പോൾ നേരെ ആൻസറിലോട്ട് പോവാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ്, അതായത് SN തന്നിട്ടുണ്ട് 3n² പ്ലസ് 2n ആണ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇവിടെ SN is equal to pn² പ്ലസ് qn എന്ന് പറയുന്ന ഫോമാണ്. എഫ് കണ്ടുപിടിക്കാൻ p+q ചെയ്താൽ മതി. p+q അറിയാം. പിയുടെ സ്ഥാനത്ത് n² കൂടെയുള്ള നമ്പറാണ് p. n² കൂടെ 3 പ്ലസ് ക്യൂവിൻ്റെ സ്ഥാനത്ത് എന്നിൻ്റെ കൂടെയുള്ള നമ്പർ 2. സോ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 കിട്ടി. അടിപൊളി, സിമ്പിൾ, വെരി സിമ്പിൾ. കഴിഞ്ഞല്ലോ? ഓക്കെ, ഒരു മാർക്ക് കിട്ടി. ഇനി സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. 2 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. SN നമ്മൾക്കറിയാം 3n² പ്ലസ് 2n ആണെന്ന് അറിയാം. ഓക്കെ, പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടുപേരുടെ സം കണ്ടുപിടിക്കണം. അതായത് S2 3 ഇൻറ്റു n² പകരം 2 കൊടുക്കുക. 2² പ്ലസ് 2 ഇൻറ്റു 2 എത്ര വന്ന്? 3 ഇൻറ്റു 4 12 പ്ലസ് 4 16. വെരി സിമ്പിൾ. ഇതൊക്കെ എന്തല്ലേ അടിപൊളിയായിട്ട് 4 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദി nth ടൈം ഓഫ് ദി സീക്വൻസ്. nth ടൈം കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ഷുവറായിട്ടും പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ്സുകളിലായാലും ലൈവിലൊക്കെ ആയാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ n² പ്ലസ് n അതും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 3n² പ്ലസ് 2n 2n² പ്ലസ് 3n ഇതെല്ലാം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ അല്ലേ? nth ടൈം n-ാം പദം കണ്ടുപിടിക്കുക. n-ാം പദം അതായത് Hn is equal to dn പ്ലസ് f മൈനസ് d ആണ്. ഡി എന്ന് പറയുന്നത് പിയും ക്യൂവും ഉണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 2p ചെയ്യുക. അതായത് 2 ഇൻറ്റു പി നമ്മൾക്കറിയാം 3, കോമൺ ഡിഫറൻസ് 6 വന്നു. ഫസ്റ്റ് ടൈം 5, കോമൺ ഡിഫറൻസ് 6. രണ്ടുപേരെ നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ? ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി എന്ന് പറയുന്നത് 6, അതായത് 6n പ്ലസ് f മൈനസ് d.
5 മൈനസ് 6. 5 എവിടെ നിന്ന് വന്നു? ഇതാ ഇവിടെ എഫും പിയും ക്യൂ ഉണ്ടെങ്കിൽ എഫും ഡിയും കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 6n പ്ലസ് 5 മൈനസ് 6, അതായത് -1 വരും അല്ലെ. വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. 6n മൈനസ് 1 ഈസ് ദി ആൻസർ. അടിപൊളിയായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇത്ര ഉള്ളൂ, ഭയങ്കര സിമ്പിൾ. ഓക്കെ സാർ, സമയം എത്രയായി? നമ്മൾ കുറച്ചധികം മുന്നോട്ട് പോയായിരുന്നോ? ഓക്കെ, എത്ര മിനിറ്റ് ആയി ഇപ്പോൾ? 40 മിനിറ്റ് ആയി. കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു. എന്തായാലും ഇതിൻ്റെ ആൻസറൊക്കെ ചെയ്ത് നമുക്ക് പോകാനൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാ ആൻസേഴ്സും നമുക്ക് ഇതുപോലെ തന്നെ നോക്കിയല്ലേ ചോദിച്ചു പോകാം. ഓക്കെ, അല്ലെ ചോദിച്ചല്ലേ ചെയ്ത് പോകും. ഞാനിത് വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്, ചോദിച്ചു പോകാമെന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെജിറ്റബിൾ ഗാർഡൻ is in the shape of rectangle. Okay, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. ഇറ്റ്സ് ലാർജ് സൈഡ് 8 മീറ്റർ ലോങ്ങർ ദാൻ ദി സ്മോളർ സൈഡ്. ഓക്കെ, വലിയ വശം എന്ന് പറയുന്നത് ചെറുതിനേക്കാൾ 8 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ചെറിയ സൈഡ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, വീതി എന്ന് പറയുന്നത് എക്സ് എടുത്താൽ, ലെങ്ത്ത്, നീളം എന്ന് പറയുന്നത് 8 കൂടുതലാണെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8 ആയിരിക്കും. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, അത്രേ ഉള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ദിസ് ഗാർഡൻ. ഓക്കെ, അപ്പോൾ ഇവന്റെ ഏരിയ, പരപ്പളവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 180 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു 180 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. യെസ്, ഇനി നമുക്ക് നേരെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം. വെരി സിമ്പിൾ. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എല്ലും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ആണ് 180. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പണിംഗ്, എക്സ് ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 180. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൈഡ്സ് കണ്ടുപിടിക്കുക. വീണ്ടും കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യുക അല്ലേ. അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ചെയ്താലോ? റെഡി. അപ്പോൾ അതാ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 8x ഇസ് ഈക്വൽ ടു 180 അല്ലെ. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും കൂട്ടുക അല്ലെ. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 8. 8ന്റെ പകുതി 4 സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്തു, 4 സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്തു. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ പ്ലസ് 8h പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 180 പ്ലസ് 4ന്റെ സ്ക്വയർ 16. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ പ്ലസ് 8h പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 196. സിമ്പിൾ. എച്ച് സ്ക്വയറിൽ നിന്ന് എക്സ്, 4 സ്ക്വയർ 4, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 196. സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 196. എത്ര? റൂട്ട് 96 എന്ന് പറയുന്നത് 14ന്റെ സ്ക്വയർ ആണ്. പ്ലസ് 4 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -4. അപ്പോൾ 14 മൈനസ് 4, എക്സ് എന്ന് പറയുന്നത് 10 കിട്ടി. അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 അല്ലേ, സോറി എക്സ് പ്ലസ് 8 എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 8, എക്സ് എന്ന് പറയുന്നത് 10 പ്ലസ് 8 18 മീറ്ററും 10 മീറ്ററാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ബി പാർട്ട് ഓർ ക്വസ്റ്റ്യൻ കൂടി ചെയ്തേക്കാം. വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയേക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇവരുടെ ലംബ വശങ്ങൾ അഥവാ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് ഈ 2 സൈഡ്, അതായത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡും ബേസിനെയാണ് പെർപെൻഡിക്കുലർ സൈഡ് ലംബ വശങ്ങൾ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 2 മീറ്റർ മോർ ദാൻ ദി അതർ. അപ്പോൾ ഒരാൾ എക്സ് ആയിട്ട് എടുത്താൽ രണ്ടാമത്തെ ആൾ 2 മീറ്റർ കൂടുതലാണ്, എക്സ് പ്ലസ് 2 ആയിരിക്കും. അത്രേ ഉള്ളൂ. ദി ഏരിയ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ, ഇവൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. പരപ്പളവ് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, വീണ്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആൻഡ് എന്താണ്? സൈഡ്സ് കണ്ടുപിടിക്കുക. പെട്ടെന്നൊന്ന് റിലേ പോയി. ഓക്കെ, സൈഡ്സ് കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ. എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അതാണ് 24 തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് നമ്മൾ എച്ച് ആയിട്ട് എടുത്തു, എച്ച് ഇൻറ്റു ഉയരം, അതായത് എച്ച് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 24 എന്ന് വന്നു. ഈ ഇൻറ്റു 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ, സോറി ഡിവൈഡഡ് ബൈ 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആവും അല്ലേ. ദാറ്റ് ഈസ്
എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 48 എന്ന് വന്നു. കുഴപ്പമില്ലല്ലോ. ഇനി എക്സ് ഇൻറ്റു എക്സ്, സോറി അത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ മിസ്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു എത്ര വന്നു? 48 വന്നു. ഇതാണ് സെക്കൻഡ് ഇയർ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞത്. ഫോം ചെയ്തു. ഇനി ആ ലെങ്ത് ഓഫ് സൈഡ് കണ്ടുപിടിക്കണം. വീണ്ടും എന്ത് മെത്തേഡ്? കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വഴി വീണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. അതും കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്ത് പോവാം. അതെ, ഇതാ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 48. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും കൂട്ടുക. ഓക്കെ, അതൊരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ കൂടെ ഉള്ളത് 2, 2ൻ്റെ പകുതി 1 സ്ക്വയർ ഇവിടെയും കൂട്ടുന്നു ഇവിടെയും കൂട്ടുന്നു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 48 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 49 എന്ന് വന്നു. വെരി സിമ്പിൾ അല്ലേ. ഇനി എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് 1 സ്ക്വയറിൽ നിന്ന് 1 ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. ഇനി വെരി സിമ്പിൾ അല്ലേ. നോക്കിയേ, എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് 49. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്ര വന്നു? 7 എന്ന് വന്നു. ഇനി പ്ലസ് 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ -1, 7 - 1 6 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആള് 6 ആണെങ്കിൽ അല്ലെ, എക്സ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ രണ്ടാമത്തെ സൈഡ് എത്രയായിരുന്നു? എക്സ് പ്ലസ് 2 2 കൂടുതൽ എന്നാണ് പറഞ്ഞത്. 6 + 2 8 രണ്ടുപേരെയും കിട്ടി. എങ്ങനെയുണ്ട്? 4 മാർക്കിന് എന്ത് രസമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സമയമില്ല അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻസും 12 ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ടല്ലോ. ഇതിൻ്റെ ഇരട്ടി, അതെ ഇരട്ടിയിൽ കൂടുതലുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് ഭയങ്കര സ്പീഡിൽ പോയിട്ടും കാര്യമില്ല, നിങ്ങൾക്കതൊക്കെ മനസ്സിലാവണം. അതുകൊണ്ടാണ് ടൈം എടുത്ത് തന്നെ പോകുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. കൺസിഡർ ദി സീക്വൻസ് ഓഫ് ഓൾ 3-digit നമ്പേഴ്സ്. ഓക്കെ, വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 അക്ക സംഖ്യകൾ. നമുക്കറിയാം 100 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 900 ടോട്ടൽ നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 900 നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു. 2 digit ആണെങ്കിൽ 90, 3 digit ആണെങ്കിൽ 900. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഫൈൻഡ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. എന്താണ് ഈ സീക്വൻസിൻ്റെ പ്രത്യേകത? 7ൻ്റെ ഗുണനമായിരിക്കണം അല്ലേ. 7ൻ്റെ ഗുണനമായിരിക്കണം ആദ്യത്തെ ടേം ആൻഡ് അവസാനത്തെ ടേം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ 100 കൊണ്ട് 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. റിമൈൻഡർ എത്ര വരുന്നു അത്ര കൂട്ടുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ വരാതെ വരുന്നത് ആദ്യത്തെ ടേം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 105 ആണ്. 105നെ 7 കൊണ്ട് 100, 101, 102, 103, 104 ഒന്നും പറ്റൂല. റിമൈൻഡർ ഒരു 105 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ ഒന്നും ഇല്ലാതെ വരുന്നത്. സോ 105 ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 7. ഇനി ലാസ്റ്റ് ടേം അവസാന പദം കണ്ടുപിടിക്കാനായിട്ട്, അവസാനത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 999നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ബാക്കിലേക്കാണ് നമുക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 994 ആണ് കേട്ടോ. നമുക്ക് ഇത്രയുമാണ് വരുന്നത്. ഇതിൻ്റെ ഐഡിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് വീണ്ടും കഥകളിലോട്ട് പോകുന്നില്ല. ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കേണ്ടത് 7ൻ്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ടാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. 4നെ ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കിട്ടി. ഇനി ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി സീക്വൻസ്. ഓക്കെ, ടേംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. n കണ്ടുപിടിക്കണം. ഇക്വേഷൻ അറിയാലോ, എന്താണ്? n is equal to hn minus f by d plus 1. അതായത് hn അവസാനത്തെ ടൈം നമ്മൾ കണ്ടുപിടിച്ചു 994 മൈനസ് എഫ് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു 105 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 7ൻ്റെ ഗുണനമാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 7 തന്നെയായിരിക്കും പ്ലസ് 1. ഞാൻ ഫൈനൽ ആൻസർ എഴുതിക്കോട്ടെ. 128ാമത്തെ ടേമാണ്. സോറി 8 ടേംസ് ഉണ്ട്. ഓക്കെ, n എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട്? 128 പദങ്ങളാണ് 3-digit നമ്പേഴ്സിൽ 7ൻ്റെ ഗുണനമുള്ളത്. ഓക്കെ, സെറ്റല്ലേ? കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ചിന്തിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ല, 5 മാർക്കിൻ്റെ ആണല്ലോ, അതിൻ്റെ ഒരു വെയിറ്റ് അവന് കാണും അല്ലേ. ഓക്കെ, ഇനി ഫൈൻഡ് ദി സം ഓഫ് ഓൾ ടേംസ്. ഓക്കെ, ഈ ടേംസിൻ്റെ എല്ലാ സം കണ്ടുപിടിക്കണം. അതും ഭയങ്കര സിമ്പിൾ അല്ലേ. നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. സം ഇസ് ഈക്വൽ ടു കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു h1 പ്ലസ് hn. n എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 128/2 ഇൻറ്റു h1 നമുക്കറിയാം ഫസ്റ്റ് ടൈം 105 പ്ലസ് ലാസ്റ്റ് ടൈം hn
994. ഞാൻ ഫൈനലായിട്ട് എഴുതിക്കോട്ടെ. ആൻസർ എത്രയാന്ന്? 703336 വരും നമുക്ക് ഉത്തരം. കുഴപ്പമില്ലല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ 5 മാർക്കിൻ്റെ. ഒന്ന് ഐഡിയ വന്നു കഴിഞ്ഞാൽ, അല്ലെ, ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ല സർ, മാർക്ക്. എങ്ങനെയുണ്ട്? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ മാർക്ക് അല്ലേ? ശരിയല്ലേ? നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചേഞ്ച് ആവും, നല്ല ഉയരത്തിലേക്ക് മാർക്ക് കൊണ്ടുവരാം. അത് കൊള്ളാമല്ലേ? ഇപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ, നിങ്ങൾക്ക് ക്ലാസ്സിലും പ്രയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എന്താ നോക്കാം. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ, ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എക്സാമിന് പോണതിന് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ പറയുക? ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം, അതായത് n എന്ന് പറയുന്നത് 30 നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. n × n + 1/2. ഓർമ്മയുണ്ടോ ഇവനെ? പഠിച്ചിട്ടുണ്ട്. n ന് വരെ 30, 30 × 30 + 1, 31/2, 15 × 31 വരും. അപ്പോൾ നമുക്ക് ആൻസർ 465. ആൻസർ ഞാൻ ഡയറക്റ്റ് എഴുതി പോവാം കേട്ടോ, കാൽക്കുലേഷൻസിന് സമയമില്ല. അപ്പോൾ ആൻസേഴ്സ് എഴുതി പോവാണ്. ആൻസർ വരും സം ഓഫ് n ടേംസ്, ആദ്യത്തെ 30 ടേംസ് നാച്ചുറൽ നമ്പേഴ്സ് പെട്ടെന്ന് കിട്ടും അല്ലേ? ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സം ഓഫ് ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 4 ആദ്യത്തെ 30 പേരുടെ കാര്യമാണ് പറയുന്നത് അല്ലേ? ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 4, 8, 12 എക്സെട്ര. ഇവിടെ n എന്ന് പറയുന്നത് 30. ഓക്കെ അല്ലേ? 30 ടേംസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. Sn = n/2 × h1 + hn ആണ് ഇക്വേഷൻ. ഇവിടെ n ഉണ്ട്, ഫസ്റ്റ് ടൈം f ഉണ്ട്, പക്ഷേ hn ഇല്ല. അപ്പോൾ നമുക്ക് hn നമുക്ക് കണ്ടുപിടിക്കണം. hn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, അവസാന പദമാണ്. 30 പേരാണുള്ളത്. അപ്പോൾ അവസാനത്തെ ആള് h30 ആയിരിക്കും അല്ലേ? h30 കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ടൈം 4 അറിയാം. അതിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി? 29 കോമൺ ഡിഫറൻസ് കൂട്ടിയാലും 30ാമത്തെ ആളെ കിട്ടും. അതുപോലെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ hn കണ്ടുപിടിക്കാം, എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 29d കൂട്ടുന്നു. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4 + 29 × കോമൺ ഡിഫറൻസും 4. ഓക്കെ, ആൻസർ 120 വരും കേട്ടോ. ഞാൻ എഴുതി പോകുന്നില്ല, 120. അപ്പോൾ എല്ലാവരെയും കിട്ടിയല്ലോ. നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. Sn = ഇവിടെ ചെയ്യാം അല്ലേ? അയ്യോ, ഒന്നും പറ്റിയില്ല, ഇവിടെ തന്നെ ഉണ്ട്. Sn = n/2. n എന്ന് പറയുന്നത് 30. 30/2 × h1 + hn. h1 അതായത് 4 + 120. കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഫൈനൽ ആൻസർ എഴുതുന്നു 1860. ഓക്കെ, ചെയ്തോളൂ അല്ലേ? അത്രേ ഉള്ളൂ. 1860 എന്ന് വരും. ഓക്കെ, സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ 30 ടേംസിൻ്റെ സം നമ്മൾക്ക് കിട്ടി, തുക കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. വീണ്ടും ആദ്യത്തെ 30 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചെയ്യുന്നു, എന്നിട്ട് 1 കൂട്ടുന്നു. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഇത്ര ഉള്ളടാ, ഇതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇവനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യത്തെ 30 ടേംസിൻ്റെ സം എന്ത്? 4ൻ്റെ മൾട്ടിപ്പിൾ. ഇത്രേ ഉള്ളൂ. 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 കൂട്ടണം. 4ൻ്റെ മൾട്ടിപ്പിൾസ് 4, 8, 12 എക്സെട്ര. അതിൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് മാറും. 5, 9, 13 എക്സെട്ര. ഇങ്ങനെ വരുന്ന 30 പേരുടെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇവരുടെ സം 1860. ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1860 അറിയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം 4 എന്നുള്ളത് 5 ആയി, ഇവിടെ 1 കൂടി. 8 എന്നുള്ളത് 9 ആയി, ഇവിടെ 1 കൂടി. 12 എന്നുള്ളത് 13 ആയി, ഇവിടെയും 1 കൂടി. ഇങ്ങനെ 30 പേരിങ്ങനെ പോകുന്നുണ്ട്. 30 തവണ 30 പേര് കൂടത്തിൽ 1 വെച്ചിട്ട്. അപ്പോൾ ഈ 4, 8, 12 ഇവരുടെ സം എന്ന് പറയുന്നത് 1860. അപ്പോൾ ഇവരുടെ സം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു 30 കൂട്ടിയാൽ പോരെ? ഓക്കെ, 4 എന്നുള്ളത് 5 ആയി,
8 എന്നുള്ളത് 9 ആയി. 30 പേരിൽ നിന്നും ഒരെണ്ണം വെച്ച് കൂടി പോകുന്നു. അപ്പോൾ 30 ടോട്ടൽ കൂടുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ സം കണ്ടുപിടിക്കാനായിട്ട് 1860 കൂടെ ആ 30 അങ്ങ് കൂട്ടുക, 1890. സിമ്പിൾ. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ഇവനാണ് കേട്ടോ, മാറിപ്പോലെ ഇവനാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് Sn is equal to Pn square plus Qn ആണെന്ന് അറിയാം. ഇവനെ കണ്ടുപിടിക്കണം. പിയും ക്യൂവും കിട്ടിയാൽ നേരെ Snൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 2 × P ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 4 ആണ്. അതായത് 4 is equal to 2P. P കിട്ടാനായിട്ട് ഇൻറ്റു 2 ഇപ്പുറത്തോട്ട് പോവാം. ഇൻറ്റു 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ആകും. ദാറ്റ് ഈസ് 2 is equal to P. P നമ്മൾക്ക് കിട്ടി 2. സെറ്റല്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ. ഏറ്റവും എളുപ്പം മെത്തേഡാണിത്. അതുകൊണ്ടാണ് മിസ് ഇതൊന്ന് ഓപ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് Q കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം is equal to P plus Q ആണെന്ന് അറിയാം. F എന്ന് പറയുന്നത് എത്രയാണ്? 5. 5 is equal to P നമ്മൾക്ക് കിട്ടി 2 plus Q. ഇതിൽ നിന്ന് Q കണ്ടുപിടിക്കാൻ ഈസി അല്ലേടാ? നോക്കിക്കേ, +2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2 ആവും. 5 - 2 3. ക്യൂവും കിട്ടി 3. രണ്ടുപേരെയും കിട്ടിയ നേരെ ഇവനെല്ലാം കിട്ടി കൊടുത്താൽ പോരെ. Pn². P എന്ന് പറയുന്നത് 2n² plus Qn. Q എന്ന് പറയുന്നത് 3. സോ 3n. വെരി സിമ്പിൾ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര സിമ്പിളാന്ന് നോക്കിക്കേ അല്ലേ മിസ്? അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെന്നായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ ഒന്ന് ചിന്തിച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ വരുന്നില്ലേ? ഇനി നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും നമുക്ക് ഇവരെല്ലാവരെയും ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് സബ് ക്വസ്റ്റ്യൻ എ അല്ലെങ്കിൽ എ പാർട്ട് കഴിഞ്ഞു. ഇനി ബി പാർട്ട് ഓർ ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. യെസ്, റൈറ്റ് algebraic form. ഓക്കെ, വെരി സിമ്പിൾ. algebraic form, സം ഓഫ് ഫസ്റ്റ് n ടേംസിൻ്റെ algebraic form കണ്ടുപിടിക്കാം. ഈവനും പല മെത്തേഡിൽ കണ്ടുപിടിക്കാം. എന്നാലും നമുക്കിതാ സാധാരണ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താണ്? 11, 13, 15 എക്സെട്ര. ഇവനെയും 2 രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത Pn² plus Qnലേക്ക് നേരെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേക്കാം. എന്താണ്? സം. ഓക്കെ, Sn is equal to n/2 × h1 plus hn. n അവിടെ തന്നെ നിർത്താം അല്ലേ? algebraic form ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? n/2 × h1 plus hn നമ്മൾക്ക് അറിയില്ല. hn കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. hn is equal to dn plus f minus d ആണ് ഇക്വേഷൻ. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 2. 2n plus f minus d. f എത്രയാണ്? 11 അല്ലേ? ഫസ്റ്റ് ടൈം 11 ആണ്. 11 - 2 അതായത് 9 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് hn കിട്ടി, പെട്ടെന്ന് കിട്ടിട്ടോ. hn എന്ന് പറയുന്നത് അപ്പോൾ എത്ര വന്നു? 2n plus 9. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് n/2 × h1 എന്ന് പറയുന്നത് നമുക്കറിയാം 11 ആണ്. 11 plus 2n plus 9 എന്ന് വന്നു. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ് ഈസ് n/2 × 2n plus 11 plus 9 20. സെറ്റ് അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n/2 × 2n plus n/2 × 20. ഇവിടെ 2 കട്ട് ചെയ്യും. ഇവിടെ 2ൽ 10 ടൈംസ്. ഇനി n × n അതായത് n² plus n × 10n എന്ന് വന്നു. പെട്ടെന്ന് തന്നെ കിട്ടി. ഓക്കെ, ഇനി എല്ലാ P plus Q വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സാർ ഇത്തിരി വെള്ളം കിട്ടാവോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒന്ന് എടുത്തിട്ട് വരുമോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. ഇവൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത് അവർ ഫ്രണ്ട്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഈസ് ടു ബി ആഡഡ് ടു ഗെറ്റ് സം 600. ഇത്രേ ഉള്ളൂ. നമ്മുടെ സമ്മിൻ്റെ algebraic ഫോം n² plus 10n ആണ്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഹൗ മെനി ടേംസ്, എത്ര ടേംസ് ആഡ് ചെയ്യണം, അതായത് n അല്ലേ? ഹൗ മെനി ടേംസ്, നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഈസ് ടു ബി ആഡഡ് ടു ഗെറ്റ് സം ഈസ് 60. സം ആസ് 60. 60 അല്ല 600. ഇത്രേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന algebraic ഫോമില്ലേ സമ്മിൻ്റെ? Sn is equal to 600 വരുമോ? എത്ര ടേംസ് കൂട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേക്കാം. Sn നമ്മൾ കണ്ടുപിടിച്ചു. n² plus 10n is equal to 600 എന്ന് കൊടുത്ത് നേരെ അങ്ങ് ചെയ്തു പോവാം. വേറെ ഒന്നും നോക്കാനില്ല. ഇവിടെ നോക്കിക്കേ, കണ്ടുപിടിച്ചുണ്ട് ഇവനെ. n² plus 10n ഒന്നുമില്ല, എക്സിന് പകരം എന്തായിട്ടുണ്ട്? n ആയിട്ടുണ്ട്. അതെ, നമ്മുടെ 5ാമത്തെ പാഠം.
എൻ സ്ക്വയർ പ്ലസ് 10n. എച്ച് സ്ക്വയർ പ്ലസ് 10n ഈസ് ഈക്വൽ ടു 600. അത് പെട്ടെന്ന് ക്ലിക്ക് ആവും അല്ലേ? ഇവിടെ എച്ചിന് പകരം n ആണ്. വീണ്ടും കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. നമുക്ക് നോക്കിയേക്കാം. എൻ സ്ക്വയർ പ്ലസ് 10n ഈസ് ഈക്വൽ ടു 600. അതുപോലെ തന്നെ എഴുതി. എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് അതായത് 10. 10ൻ്റെ പകുതി ലെഫ്റ്റിലും റൈറ്റിലും കൂട്ടുക. പ്ലസ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ 25. 600 പ്ലസ് 25 625 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്ന് എന്നും ഇവിടെ നിന്ന് 5ഉം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 625 എന്ന് കിട്ടി. വെരി സിമ്പിൾ അല്ലേ? ഇതാ നോക്കിക്കേ. n പ്ലസ് 5 ഇസ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് 625 ദാറ്റ് ഈസ് n പ്ലസ് 5 ഇസ് ഈക്വൽ ടു 625 നമുക്കറിയാം 5 ആണെന്ന് അല്ലേ? സോറി 625 നമുക്കറിയാം 25 ആണ്. ഓക്കെ, n ഇസ് ഈക്വൽ ടു പ്ലസ് 5 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? മൈനസ് 5 ആകും. അപ്പോൾ 20 മൈനസ് 5 എന്ന് പറയുന്നത് 25 മൈനസ് 5 എന്ന് വെള്ളം കണ്ടപ്പോൾ ഫുള്ള് കിളി പോയി. ഓക്കെ, 25 മൈനസ് 5 എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. അതായത് 20 ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് വരുന്നത്? സിമ്പിൾ. ഓക്കെ, അപ്പോൾ പ്ലസ് ഓർ മൈനസ് എടുക്കാത്തതിൻ്റെ കാരണം അറിയാലോ അല്ലേ? ടേംസിൻ്റെ എണ്ണം അതുപോലെ തന്നെ അളവുകളൊക്കെ വരുമ്പോൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് എടുക്കത്തില്ല, പ്ലസ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ മിസ് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചോട്ട് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ അപ്പോഴേക്കും നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മിസ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. നിങ്ങളും വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കട്ടോ. ഓക്കെ, അപ്പോൾ അതാ 1 മാർക്കിൻ്റെ സെക്ഷൻ സിയിലോട്ട് വന്നിരിക്കുന്നു. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ പേഴ്സൺ ആസ് ടു സേ നമ്പേഴ്സ് ഫ്രം ഫ്രം ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിൾ. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ പറഞ്ഞു. അപ്പോൾ 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 ഇവരാണ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഫോർ ദി നമ്പർ ഇത് ടു ബി ആഡ് അല്ല കേട്ടോ, ഓഡാണ്. ഓഡ് നമ്പർ വരാനായുള്ള സാധ്യത 1/2 എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയേക്കാം. ഓഡ് നമ്പർ 1 2 3 4 5. അപ്പോൾ 5/10 ചെറുതാക്കുമ്പോൾ 1/2 വരും. അതേ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സിമ്പിൾ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 മൾട്ടിപ്പിൾ ഓഫ് 3ൻ്റെ ഗുണനം വരാനായുള്ള സാധ്യത 3 ഉണ്ട് 6 ഉണ്ട് 9 ഉണ്ട് 3 പേരുണ്ട്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് 3/10 വരും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2/3 ആണ്. സോ സെക്കൻഡ് 1 എന്ന് പറയുന്നത് റോങ് അല്ലേ? ദിസ് ഈസ് റോങ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് probability of for the number to be prime number അല്ലേ? പ്രൈം നമ്പർ എന്താണെന്ന് നമുക്കറിയാം. 2 3 5 ആൻഡ് 7 4 പേര് വരുന്നുണ്ട്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് 4/10 ചെറുതാക്കുമ്പോൾ 2/5 എന്ന് വരും. യെസ്, കറക്റ്റ് ആണ്. 2/5. തേർഡ് 1 കറക്റ്റ് ആണ്. ആൻഡ് ഫോർത്ത് 1 നോക്കാം. പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള സാധ്യത. പെർഫെക്റ്റ് സ്ക്വയർ എത്രയൊക്കെയാണ് വരിക? 4 വരുന്നുണ്ട്, 1 വരുന്നുണ്ട് അല്ലേ? 1ൻ്റെ സ്ക്വയർ 1 വരുന്നുണ്ട്, പിന്നെ 9 വരുന്നുണ്ട്, 3 പേര് വരുന്നുണ്ട്. 3/10 വരും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1/4 എന്നാണ്. സോ ഇവരെന്തല്ല, ഇവർ ശരിയല്ല. അപ്പോൾ അതാ നോക്കിയേ, ഫസ്റ്റും തേർഡും ആണ് ശരി. എവിടെ? ഫസ്റ്റും തേർഡും. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? 1 മാർക്കിൻ്റെ. ഓക്കെ, വെരി സിമ്പിൾ. അടുത്തത് ഇവന് ഭയങ്കര സിമ്പിളാണ്. കൺസിഡർ ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ്. ചാടിക്കേറി 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സം 900 എന്ന് എഴുതി വെക്കരുതിട്ടാ. ബാക്കി കൂടി ഒന്ന് വായിച്ച് നോക്കിക്കേ. ക്യാൻ ബി റിട്ടേൺ ബൈ യൂസിങ് ദി ഡിജിറ്റ്. 2 5 7 ഈ 3 പേരെ വെച്ചിട്ട് 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുക. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം 2 അനക്കാതെ വെക്കുക. 2 5 7 2 7 5. ഇനി 5നെ ഫ്രണ്ടിൽ നിർത്താം. 5 2 7 5 7 2. ഇനി 7നെ മുന്നിൽ നിർത്താം. 7 2 5 7 5 7 2 5 7 2 5 7 5 2. ഓക്കെ, ഇത്രയും പേരല്ലേ 3 അക്ക സംഖ്യകൾ നമുക്ക് ഇവരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി റിപ്പീറ്റേഷൻ ആയി പോകും. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 2 4 6 പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, 6 പേര് നമുക്ക് ഇതുപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ, if the number is taken from this, what is the probability that the number greater than 500? 500-നേക്കാൾ കൂടുതൽ വരാനായുള്ള സാധ്യത. 500-നേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 572 527 700 സംതിങ് 700 സംതിങ് 4 പേര് വരുന്നുണ്ട്. സോ ആൻസർ 4/6. ഇതാ ഓപ്ഷൻ സി. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പാറ്റേൺ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ.
ഇൻ ദി ഫിഗർ ടു ഓക്കെ ഗെയിം ബോർഡൊക്കെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ടു വിൻ ദി പ്ലെയർ ഇൻ ദി ഫസ്റ്റ് ഗെയിം ബോർഡ്? ഓക്കെ, ഫസ്റ്റ് ഗെയിം ബോർഡിൽ വിൻ ചെയ്യാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ദി സ്മോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈസ് പ്ലേ ഇൻ ദി പുട്ടിംഗ് ദി ഡോട്ട് ഇൻ ഈച്ച് ഗെയിം ബോർഡ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ് ദി ഗെയിം. ഓക്കെ, നമുക്കിപ്പോൾ നോക്കിയേക്കാം. ഇവനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടോട്ടൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ എന്ന് പറയുന്നത് ഓക്കെ 1 2 3 4 5 5 5 10 ആണ് ടോട്ടൽ വരുന്നത്. 10 എത്ര എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 1 2 3 4 5. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് 5/10. ഇതിൽ കൂടുതൽ കഥ പറയാൻ പോകാനില്ല നമ്മൾ അല്ലേ. ഓൾറെഡി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. 3 മാർക്കിൻ്റെ ഓക്കെ 5/10 ആണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 2 ബോർഡ് ഉണ്ട്, അതിൽ ഏതിനാണ് ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ വിൻ ചെയ്യേണ്ട ചാൻസ് കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വലുത് അല്ലേ? 3 ഗ്രീനും 7 ബോൾ എന്താണ്, ഞാൻ ക്വസ്റ്റ്യൻ മറന്നുപോയി. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ, ഗ്രേറ്റർ ചാൻസ് അല്ലെങ്കിൽ കൂടുതൽ ചാൻസ് കൂടുതൽ ഏതിലാണ്, അത് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും എന്ത് കണ്ടുപിടിക്കണം? ചാൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വേണ്ട ചാൻസ് 5/10 വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/2 എന്ന് വരും. ഓക്കെ, 5/10 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ നോക്കാം 1 2 3 4 5. ഓക്കെ, 5 × 3 15 ടോട്ടൽ വരുന്നത്. 15ൽ 1 2 3 4 5 6 7 7 പേരുണ്ട്. അപ്പോൾ സെക്കൻഡ് ബോർഡിൽ ചാൻസ് 7/15 അപ്പോൾ 7/15 ആണോ അല്ലെങ്കിൽ 5/10 ആണോ വലുതെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഭയങ്കര ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. നോക്കാം, 7/15 ആണോ 5/10 ആണോ? 5/10 ആദ്യം എഴുതാം അല്ലേ, മാറിപ്പോണ്ട. ഓക്കെ, 5/10 ആണോ 7/15 ആണോ വലുതെന്ന് നോക്കാം. ഇത്ര ഉള്ളടാ. ഈ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യാം. 15 × 5 ചെയ്ത് നോക്കാം. 15 × 5 5 25 75 വരും. ഓക്കെ, 10 × 7 നോക്കാം. 10 × 7 70. ഏറ്റവും വലുതാണ് 75 ആണോ 70 ആണോ? 75 ആണ്. സോ ഫസ്റ്റ് വണ്ണിലാണ് ചാൻസ് കൂടുതൽ. സിമ്പിൾ, പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ചാൻസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ഫിഗർ സർക്കിൾ വിത്ത് സെൻറ്റർ സി. സെൻറ്റർ എന്ന് പറയുന്നത് സി ആണ്. 3 സെക്ടറായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. എ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സർക്കിൾ. ഓക്കെ, വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ദി സർക്കിൾ. ഓക്കെ, വീണ്ടും സുന്ദരിക്ക് പൊട്ടുകുത്തൽ നമ്മുടെ പരിപാടി തന്നെ. സുന്ദരിക്ക് പൊട്ടുകത്തില്ലേ, കണ്ണടച്ചിട്ട് വേണ്ട ഓട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ വീഴാനുള്ള സാധ്യത, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് ഈസ് ഇൻ ദി സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60? ഈ 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ വരുന്ന ഈ ഒരു സെക്ടറിൽ ഡോട്ട് വീഴാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു സർക്കിൾ ഉണ്ട്, ഈ സൈഡിൽ ഇത് 60 ഡിഗ്രിയുടെ സെക്ടറാണ്. ഇവിടെ ഡോട്ട് വീഴാനായുള്ള സാധ്യത. ഈ ടോട്ടൽ ഈ ഒരു പോയിന്റ് ചുറ്റുമുള്ള ആംഗിൾ നമുക്കറിയാം 360 ആണ്. ഓക്കെ, അതായത് ഇത് ടോട്ടൽ 360 ഉണ്ട്. 360ൽ ഈ 60ന് എത്ര ഭാഗമുണ്ട്? നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരപ്പം 4 മുറിച്ചിട്ട് ഒരെണ്ണം രാജുവിന് കൊടുത്തു, ഒരെണ്ണം രാധക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ആണ്. അതിൽ 60 ഡിഗ്രിയാണ് എന്ത് വന്നിരിക്കുന്നത്? സെൻട്രൽ ആംഗിൾ. അപ്പോൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/6. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ടഡ് ദി ഡോട്ട് പ്ലേസ് ഇൻ ദി സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ ഈസ് h ഡിഗ്രി. വാട്ട് ഈസ് h? ഓക്കെ, ഇത്രേ ഉള്ളൂ. 4/9 നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. എവിടെയാണ്? ഇതാ ഈ ഒരു സെക്ടർ ഇവിടെ h ഡിഗ്രി എന്നാട്ടോ തന്നിരിക്കുന്നത്, h എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ h എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് പ്ലേസ്ഡ് ഇൻ ദി സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ h ഡിഗ്രി ഈസ് 4/9. വാട്ട് ഈസ് h? ഇതാ ഇത്ര ഉള്ളടാ. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. 4/9 ടോട്ടൽ ചാൻസ്. അതായത് 9 എന്നുള്ളിടത്ത് എന്താ വേണ്ടത്? നമുക്ക് ആകെ ടോട്ടൽ ആംഗിൾ 360 അറിയാം. അപ്പോൾ ഈ 9ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 360 കിട്ടും? എത്ര ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 40 ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 360 കിട്ടും അല്ലേ. അപ്പോൾ 360 താഴെ വരേണ്ടത്. താഴെ ഇൻറ്റു 40 ചെയ്താലേ 360 കിട്ടുള്ളൂ. താഴെ എന്ത് ചെയ്താലും മേളിൽ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ എത്ര വരും? 160 വരും. സോ h എന്ന് പറയുന്ന h ഡിഗ്രി എന്ന് പറയുന്നത് 160 ഡിഗ്രി ആയിരിക്കും. ദാ ഇവിടെ വന്നിരിക്കുന്നത് 160 ഡിഗ്രി. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. താഴെ നമുക്ക് 4/9 ചാൻസ് തന്നിരിക്കുന്നത്. 9ൻ്റെ അവിടെ 360 വേണം. 360 ടോട്ടൽ. 360 ആവാൻ 40 കൊണ്ട് ഇൻറ്റു ചെയ്യണം. താഴെ എന്ത് ചെയ്താലും മേളിൽ എന്ത് ചെയ്യണം? അത് തന്നെ ചെയ്യണം. നമ്മുടെ വീട്ടിലൊക്കെ അനിയന് മിഠായി വാങ്ങിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല അല്ലേ. അവൻ എന്ത് ചെയ്താലല്ലേ, അവന് മിഠായി വാങ്ങിച്ചാലേ എനിക്ക് മിഠായി വേണം, അത്രേ ഉള്ളൂ. താഴെ എന്ത് ചെയ്താലും മേളിലും അത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ അതിൻ്റെ കൂടെ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് ഈസ് ഇൻ ദി ഷെയ്ഡഡ് റീജിയൻ? ഈ ഷെയ്ഡഡ് റീജിയനിൽ ഡോട്ട് വീഴാനായുള്ള സാധ്യത അവനും ഭയങ്കര സിമ്പിൾ അല്ലേ. നോക്കിക്കേ,
ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ടേ, ഇവിടെ തന്നെ നമുക്ക് എഴുതി പോവാം. ഓക്കെ, നോക്കാം. ഇവൻ 60, ഇവൻ 160. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ 360 ചെയ്താൽ ഒരു ആംഗിൾ കിട്ടിയാൽ ആൻസറും കിട്ടി. അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടാനായിട്ട് ആകെ ടോട്ടൽ 360 നിന്ന് ഈ 160ഉം ഈ 60ഉം മൈനസ് ചെയ്യുക. 160, 60 ആ രണ്ടുപേരങ്ങ് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 360 മൈനസ് 12, 220 വരും. നമുക്ക് 140 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ഇനി ചാൻസ് ചെയ്താലോ, ദെർഫോർ ചാൻസ് ഈസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 360 വെട്ടിച്ചെറുതാക്കുക 14/36. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഇത്ര നേരം ഞാൻ പറഞ്ഞിരുന്നതല്ലേ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയൂ എന്നാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ അതാ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ ഫോം നിങ്ങൾ എന്ത് ചെയ്താൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അറിയിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ അല്ലേ സാറേ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് എഴുതിൻ്റെ വർക്ക് ചെയ്തതിനനുസരിച്ച് എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ മിസ് ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ കമൻ്റ് ആയിട്ട് അതൊന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്, 2 എണ്ണം വരുന്നുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടോ? ഒരെണ്ണം ഇല്ല, ബി. ഓക്കെ, അത് വേറെ ആണോ സാർ? ഇല്ല, അത് തന്നെയാണല്ലേ. ഓക്കെ, ഒരെണ്ണം 4 മാർക്ക്, ഒരു 5 മാർക്കുമാണ് കിടക്കുന്നത്. ഓക്കെ, ഇല്ല, സോറി 4 മാർക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സാർ അത്? ഓക്കെ, 4 മാർക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പെട്ടെന്ന് 4 മാർക്ക് കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോവാം. എവറി 2 ഡിജിറ്റ് നമ്പേഴ്സ് ലെസ് ദാൻ 30. ഓക്കെ, 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ 30 എന്നും പറയുന്നുണ്ട്. 30നേക്കാൾ ചെറുതായിട്ടുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്ലിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പെട്ടിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനായിരുന്നു സാധ്യത. സെയിം 5ൻ്റെ മൾട്ടിപ്പിൾ തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 മുതൽ 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. എത്ര പേരുണ്ട്? 90 പേരുണ്ട്. 3 ഡിജിറ്റ് ആണെങ്കിൽ 900, 2 ഡിജിറ്റ് ആണെങ്കിൽ 90. ഓക്കെ, 5ൻ്റെ മൾട്ടിപ്പിൾ വരാനായുള്ള സാധ്യത അതാ. ഓക്കെ മക്കളെ, അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതാ നോക്കിക്കേ, എവറി 2 ഡിജിറ്റ് നമ്പേഴ്സ് ലെസ് ദാൻ 30 കേട്ടോ. ലെസ് ദാൻ 30നേക്കാൾ കുറവാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന്. നേരത്തെ മിസ് മിസ്റ്റേക്ക് വരത്തതെന്ന് പറഞ്ഞത് മിസ് ഇവിടെ അത് എഴുതിപ്പോയി 2 ഡിജിറ്റ് നമ്പർ കണ്ടപ്പോൾ. ഓക്കെ, സോറി, ഇതാ നോക്കാം. 30നേക്കാൾ താഴെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് 30നേക്കാൾ താഴെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 മുതൽ 29 വരെയാണ് ഉള്ളത്. അതായത് 10 മുതൽ 29 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇത്രേ ഉള്ളൂ. 29 നിന്ന് 10 മൈനസ് ചെയ്തിട്ട് 1 കൂട്ടിയാൽ മതി. എണ്ണി നോക്കാൻ നിൽക്കണ്ട. 29 നിന്ന് 10 മൈനസ് ചെയ്തിട്ട് 1 കൂട്ടാം. അതായത് 19 + 1 20 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 29, 19 അല്ലേ മിസ് ചെയ്യുന്നത്? അല്ലെ, 19 അല്ല, ആ 10ഉം കൂടി കൂട്ടാനുണ്ട്. സോ എത്രയാണ് വരിക? 20 പേരുണ്ട്. 30നേക്കാൾ കുറവുള്ള 2 അക്ക സംഖ്യ 10 മുതൽ 29 വരെ 20 പേരുണ്ടെന്നാണ് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 മുതൽ 29 വരെയും 5ൻ്റെ ഗുണനങ്ങൾ എത്ര പേരുണ്ട്? 10, 15, 20, 25. 30 പറ്റൂല, 30നേക്കാൾ കുറവേ പറ്റുള്ളൂ. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് 4/20 വെട്ടി ചെറുതാക്കുമ്പോൾ 1/5 എന്ന് വരും. സിമ്പിൾ അല്ലേ, പെട്ടെന്ന് കിട്ടും. ഇനി അടുത്തത് റൈറ്റ് ഡെസിമൽ ഫോം. ഓക്കെ, ഡെസിമൽ ഫോം എഴുതാൻ എന്തിൻ്റെ? പ്രോബബിലിറ്റി ദാറ്റ് സം ഓഫ് ഡിജിറ്റ് ബീയിങ് 5. 2 ഡിജിറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ സമ്മ് 5 വരണം. അപ്പോൾ 10 മുതൽ 29 വരെയും സമ്മ് 5 വരാനായിട്ട് 14 പറ്റും, 23 പറ്റും. വേറെ എന്തെങ്കിലും പറ്റുമോ? ഇല്ല, വേറൊന്നും പറ്റൂല. 2 ഡിജിറ്റേ നമ്മൾക്കുള്ളൂ. 1 + 4 5 വരും, 2 + 3 5 വരും. അപ്പോൾ 2 പേരാണ് ചാൻസ് വരുന്നത്. സോ നമ്മുടെ ഉത്തരം 2/20. ടോട്ടൽ ചാൻസ് 20 ആണ്. വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/10 എന്ന് വരും. ഇതിനെ ഡെസിമൽ ആക്കണം. 1/10 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 വരും. ഓക്കെ, സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ? വെരി സിമ്പിൾ. നമുക്കിത് പഠിക്കാൻ ഡെസിമലിലോട്ടും പെർസെൻറ്റേജിലേക്കും മാറ്റാനായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിട്ടും. ആൻസറായി 0.1. ഇതാ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഈസ് സം ഓഫ് ഡിജിറ്റ് ബീയിങ് പെർഫെക്റ്റ് സ്ക്വയർ. 2 ഡിജിറ്റിൻ്റെ സമ്മ് പെർഫെക്റ്റ് സ്ക്വയർ ആവണം. ഓക്കെ, 2 ഡിജിറ്റ് 2 അക്കങ്ങളുടെയും തുക നമുക്ക് 2 ഡിജിറ്റിൻ്റെയും തുക നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. യെസ്, എനിക്ക് വര അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് അതാണ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, വരയില്ല നമുക്ക് ചെയ്യാം. പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ 1, 4, 9, 16 എക്സെട്ര. ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറയുന്നത്. അപ്പോൾ സം 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർസ് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതി പോവാട്ടോ. നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ സമയം കളയുന്നില്ല. 10
1 + 0 പെർഫെക്റ്റ് സ്ക്വയർ 1 വന്നു. ഇനി അടുത്തത് 13 3 + 1 4 അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി 18 1 + 8 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ ആണ് 9. ഇനി 22 4 അല്ലേ 2 + 2 4 2ന്റെ സ്ക്വയർ ആണ്. 27 9 കിട്ടും. 9 2 + 7 9 അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് പറ്റൂല 29 വരെ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 5 പേരുണ്ട്. 5/20 ദാറ്റ് ഈസ് 1/4 വെട്ടിച്ചെറുതാക്കുമ്പോൾ കിട്ടും. അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, സില്ലി ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഓക്കെ, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ബി ഉണ്ട് കേട്ടോ. ബി ഉണ്ട് വിട്ടുപോയി. ഒരു ബോക്സിൽ നമ്മൾ ക്ലാസ് A 10A 10B എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ 10 ബ്ലാക്ക് ഉണ്ട്. ഞാനത് എഴുതി പോവാം കേട്ടോ. ആൻസർ എല്ലാം നമുക്ക് എഴുതി പോവാം. ഫസ്റ്റ് ബോക്സിൽ ബ്ലാക്ക് 10 പേരുണ്ട്, വൈറ്റ് 15 പേരുണ്ട്. മിസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ സമയം കളയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നുണ്ട്. വൈറ്റ് എന്ന് പറയുന്നത് 15 പേരുണ്ട്. സെക്കൻഡ് ബോക്സിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് 15 പേരുണ്ട്, വൈറ്റ് എന്ന് പറയുന്നത് 25 പേരുണ്ട്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 25 പേരായി, ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 40 പേരായി. അപ്പോൾ ആകെ ജോഡികൾ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ, ജോഡികൾ പേഴ്സ് വന്നു കഴിഞ്ഞാൽ 25 × 40 ചെയ്യാം. നമുക്ക് 1000 എന്ന് കിട്ടും. 1000 പേഴ്സാണ് വരിക. എല്ലാ പേഴ്സും നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം കേട്ടോ. BB 2 ക്ലാസ്സിൽ നിന്നും BB എന്ന് പറഞ്ഞാൽ 2 ക്ലാസ്സിൽ നിന്നും ബോയ്സ് എന്നാണ് പറയാൻ വന്നത്. ഓക്കെ, 2 ബോക്സിൽ നിന്നും ബ്ലാക്ക് വരാനുള്ള സാധ്യത 10 × 15 അതായത് നമുക്ക് 150 എന്ന് വരും. 150. 2ൽ നിന്നും വൈറ്റ് കിട്ടാനായുള്ള സാധ്യത WW ദാറ്റ് ഈസ് 15 × 25 എത്ര വരും? 375 എന്ന് വരും. ഇനി അടുത്തത് ബ്ലാക്കും വൈറ്റും BW 10 × 25 ദാറ്റ് ഈസ് 250. അടുത്തത് WB 15 × 15 225 എന്ന് വരും. ഓക്കെ, അപ്പോൾ എല്ലാ ചാൻസും എഴുതിയതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും അല്ലേ. നമ്മൾ അതേ രീതിയിലാണ് ചെയ്തു പോകുന്നത്. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസിബിൾ പേയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. 1000 അല്ലെ, 1000 പോസിബിൾ പേയേഴ്സ് ആണുള്ളത്, ജോഡികളാണുള്ളത്. 2 ബ്ലാക്ക് ആവാനായുള്ള സാധ്യത, ഒരെണ്ണമെങ്കിലും വൈറ്റ് ആവാനായുള്ള സാധ്യത, ഒരു ബ്ലാക്കും ഒരു വൈറ്റും ആവാനായുള്ള സാധ്യത എല്ലാം നമുക്ക് കണ്ടുപിടിച്ചേക്കാം. രണ്ടും ടോട്ടൽ പേയേഴ്സ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1000. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ബ്ലാക്ക് ആവാനായുള്ള സാധ്യത, P of probability of getting both black എന്ന് പറയുന്നത് BB അല്ലെ, 150 ഡിവൈഡഡ് ബൈ 1000. വെട്ടിച്ചെറുതാക്കാട്ടോ. ഓക്കെ, അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 1000 ആണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വരുന്നത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും ഒരു വൈറ്റും വേണം. അങ്ങനെയാ പറഞ്ഞത്. അല്ല ഒരു വൈറ്റ് എങ്കിലും വേണം അല്ലേ, അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്, ഒരു വൈറ്റ് എങ്കിലും വേണം. ആദ്യത്തെ എടുക്കാൻ പറ്റുമോ? BB ഇല്ല, അത് രണ്ടും ബ്ലാക്ക് ആയി പോകും, നമുക്ക് പറ്റില്ല. അടുത്ത് എടുക്കാൻ പറ്റുമോ? WW പറ്റും. രണ്ടും വൈറ്റ് ആയ കുഴപ്പമുണ്ടാവും? ഇല്ല, ഒരെണ്ണമെങ്കിലും വൈറ്റ് ആയാൽ മതി. അപ്പോൾ 375 പ്ലസ് BW എടുക്കാൻ പറ്റും, WB എടുക്കാൻ പറ്റും. അവിടെ ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്കും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരെണ്ണമെങ്കിലും വൈറ്റ് വേണം. അതായത് 250 പ്ലസ് 225 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. 850/1000. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? 150 അങ്ങ് 1000 നിന്ന് മൈനസ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ മതിയിട്ട്, എല്ലാം കൂടി കൂട്ടി സമയം കളയുന്നതിന് നല്ലത് ഇതാണ്. അപ്പോൾ ഇവനെയും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്കും. അത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്ക് എന്ന് പറയുന്നത് WBയും BWയും. ഓക്കെ, ദാറ്റ് ഈസ് 250 പ്ലസ് 225 ഹോൾ ഡിവൈഡഡ് ബൈ 1000, 475/1000. പെട്ടെന്ന് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓക്കെ, സമയമായോ? 1:18. മാത്സ് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതിലൊന്നും വലിയ കാര്യം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് പല രീതിയിലും ഭാവത്തിലും രൂപത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ ഡിയിലോട്ട് കിടക്കുന്നു. ലാസ്റ്റ് സെക്ഷൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാണാൻ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. മിസ് ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ 50. അതെ, ശരിയാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എനിക്കും ക്ലിയർ അല്ലല്ലോ. ഓക്കെ, 80 തന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ 180 വരണം. പക്ഷേ 50ഉം 80ഉം കൂട്ടിയാൽ നമുക്ക് 180 കിട്ടില്ല. സോ ദിസ് ഈസ് റോങ്. ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഇവിടെ 110ൻ്റെ പകുതി 55. ഓക്കെ, ഇവിടെ പക്ഷേ 70 വന്നിരിക്കുന്നത്. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വേണം? 180 വേണം. സോ ദിസ് ഈസ് റോങ് അല്ലേ. ഇനി അടുത്ത നോക്കാം. ഇത് 110. ഓക്കെ, 110ൻ്റെ പകുതി 55 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ രണ്ടുപേരെ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരും? 180 വരും നോക്കാം. അത് 130
25 + 55. യെസ്, ഇത് കറക്റ്റാണ്. നമുക്ക് എല്ലാ വർഷവും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണോട്ടോ പോകാനായിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 140. 140ൻ്റെ പകുതിയാണ് ഇവിടെ 70. ഇനി 70ഉം ഇവനും കൂട്ടുമ്പോൾ 180 കിട്ടണം. പക്ഷേ ഇവിടെ 100ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 70ഉം 100ഉം തമ്മിൽ കൂട്ടിയാൽ 170 വരത്തുള്ളൂ, 180 കിട്ടില്ല. സോ ദിസ് ഇസ് റോങ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. എത്ര പേര് അടിപൊളിയായിട്ട് എഴുതിയെന്ന് ഒന്ന് പറയാട്ടോ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത നല്ല ക്വസ്റ്റ്യൻസ് ആട്ടോ 1 മാർക്കിൻ്റെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ സൂപ്പർ ക്വസ്റ്റ്യൻ. എന്താ നോക്കാം. ഇൻ ദി ഫിഗർ O is the center of the circle. ഓക്കെ, ഈ ഒരു ഫിഗറിൽ O എന്ന് പറയുന്നത് സർക്കിളിലെ സെൻറ്ററാണ്, വൃത്തകേന്ദ്രമാണ്. ഇവിടെ തന്നിട്ടുണ്ട്. PQ എന്ന് പറയുന്ന ഒരു കോഡാണ്. ഓക്കെ, ആയിക്കോട്ടെ. PQR എന്ന് പറയുന്നത് PRQ എന്ന് പറയുന്നത് 50 PSQ എന്ന് പറയുന്നത് 50. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിളിൽ 2 പോയിന്റ്സോ ഒരു കോഡോ സർക്കിളിൻ്റെ ഈ ഒരു ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ശരിയാണ്. സെറ്റ്. ഇനി ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. ഓക്കെ, സെമി സർക്കിളിൻ്റെ ആംഗിൾ അത് നമുക്കറിയാം അല്ലേ. അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഡയാമീറ്റർ വൃത്തത്തിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? ശരി തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ ആണോ ഈ പറഞ്ഞിരിക്കുന്നത്? അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത് ഒരു കോഡ് ഈ ഒരു ആർക്കിൽ, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെമി സർക്കിളിൻ്റെ ആംഗിൾ, അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയത്? അല്ല അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. പക്ഷേ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദി റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ അല്ല സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത്. ബട്ട് രണ്ടുപേരും ട്രൂ, ശരിയാണ്. 1 മാർക്കിൻ്റെ നല്ല ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. കുഴപ്പമില്ലല്ലോ, സെറ്റാണല്ലോ. സാർ എനിക്ക് ഒന്നുകൂടി കുറച്ചുകൂടി വെള്ളം വേണം. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം തന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. യെസ് മിസ്, ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. സ്ഥലത്തിൽ വെള്ളം തരാമോ? ഓക്കെ, മിസ്സിൻ്റെ സെക്കൻഡ് ട്രിപ്പ് വെള്ളം കൂടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. ആംഗിൾസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് പണ്ട് പഠിക്കുന്ന കാലം മുതൽ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നല്ല രസമല്ല ആംഗിൾസ് കണ്ടുപിടിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കഥകളിലോട്ട് പോകണ്ട, ഞാൻ പറഞ്ഞങ്ങ് പോകും. നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാം. ആംഗിൾസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം ഉണ്ടല്ലോ നമുക്ക് ഇത്തവണ വന്നിട്ടുണ്ട്. യെസ്, ഇൻ ദി ഫിഗർ ABCD ആദ്യ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ ആയിക്കോട്ടെ. O ഇസ് ദി സെൻറ്റർ, O ആണ് സെൻറ്റർ O ആണ്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് AOB എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, AOB എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. കാണാൻ പറ്റുന്നുണ്ടാടാ? 130 ഡിഗ്രി. ADB കണ്ടുപിടിക്കുക. ADB എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്ന AB എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന 130 ആണെങ്കിൽ അതേ AB ഇവിടെ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ഉണ്ടാക്കിയാലും 130ൻ്റെ പകുതിയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 65 ഡിഗ്രി. സെറ്റല്ലേ? സിമ്പിൾ. ഇനി BDC എന്ന് പറയുന്ന ആംഗിൾ, അതായത് ഇതാ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. ഇത് ഇതാ 90 ഡിഗ്രിയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയിൽ നിന്നും 65 മൈനസ് ചെയ്താൽ ഈ ഒരു ആംഗിൾ മാത്രം കിട്ടത്തില്ലേ? സെറ്റല്ലേ? അപ്പോൾ 90 - 65 ദാറ്റ് ഈസ് 25 ഡിഗ്രി. ഇതാ ഇവനും കിട്ടി. അത് കാണാൻ പറ്റുന്നില്ല, മിസ് ഒന്നുകൂടി ഒന്ന് തെളിച്ച് ചെയ്തേക്കാം. 25 ഡിഗ്രി. സിമ്പിൾ. ഒരാൾ കൂടി ഉണ്ട്. ആംഗിൾ BPC. ആരാണ് BPC നോക്കാം. BPC അതാ ഇവനെ കണ്ടുപിടിക്കണം. ഇവനെ പച്ച വേണ്ട, നമുക്ക് ബ്ലാക്ക് എടുത്ത് നോക്കാം. ഓക്കെ, BPC എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. BPC കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? എന്തെങ്കിലും കത്തിയായിരുന്ന ഐഡിയ നോക്കിക്കേ. BPCD എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു കോർഡിലാറ്ററലാണ്. വെറും കോർഡിലാറ്ററലാണോ? അല്ല, അവനൊരു സൈക്ലിക് കോർഡിലാറ്ററൽ അല്ലേ. Bയും Pയും Cയും Dയും സർക്കിളിലാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഒരാൾ 25 ആണെങ്കിൽ അടുത്ത ആളെ കണ്ടുപിടിക്കാൻ 180 നിന്ന് 25 മൈനസ് ചെയ്യുക. അടിപൊളിയായിട്ടത് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ മൈനസും പ്ലസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? അത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ തന്നെ അല്ലേ, ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ വേഗം തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ ദി ഫിഗേഴ്സ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആർ C. ഓക്കെ, ചെറിയ സർക്കിളിൻ്റെ സെൻറ്റർ വൃത്തകേന്ദ്രമാണ് ഇവിടെ O എന്ന് പറയുന്നത്. വലുതിൻ്റെ വൃത്തകേന്ദ്രമാണ് C എന്ന് പറയുന്നത്. ആംഗിൾ PQR എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ PQR 70 ഡിഗ്രി ആണെങ്കിൽ POR ഇവൻ എത്രയായിരിക്കും? നമുക്കറിയാം ഈ Pയും Rഉം
ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന 70 ആണെങ്കിൽ അതേ പിയും ആറും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? നോക്കാം. ഇവൻ 70 ആണെങ്കിൽ സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് 70ൻ്റെ ഇരട്ടി 140 ആയിരിക്കും. 140 ഡിഗ്രി. കുഴപ്പമില്ലല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, അടുത്തത് PSR. ഇവിടെ PSR ഈ ഒരു ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. PSR എല്ലാവരും നോക്കിക്കേ. PSR എന്ന് പറയുന്നത് PSR ഈ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു വലിയ സർക്കിൾ, മിസ് ഒന്ന് അതിൻ്റെ മേലെ വരക്കുന്നുണ്ട്. ഈ ഒരു വലിയ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ PO, ഇവിടെ എന്തായിരുന്നു, R ആയിരുന്നു തോന്നുന്നു, RS. ഇവനൊരു സൈക്ലിക് കോർഡിലാറ്ററൽ അല്ലേ? ഒന്നുകൂടി ഞാൻ മായ്ക്കട്ടെ, വേണ്ട, കുഴപ്പമില്ല, മനസ്സിലായി കാണും. PORS എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ ഈ രണ്ടുപേരെയും കൂട്ടുമ്പോൾ 180 വരണം. ഒരാൾ 140 ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ 180 നിന്ന് 140 മൈനസ് ചെയ്യുക, 40 ഡിഗ്രി എന്ന് വരും. ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. കുഴപ്പമില്ല, വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തത് PCR കണ്ടുപിടിക്കുക. PCR എന്ന് പറയുന്നത് നോക്കുക. PCR ഈ ഒരു ആംഗിൾ, ഇവൻ 40 ആണെങ്കിൽ അവൻ്റെ ഇരട്ടിയായിരിക്കും ഇവൻ, അതായത് 80 ഡിഗ്രി. പെട്ടെന്ന് കിട്ടിയില്ലേ? നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപരിച്ചുണ്ടാവും. ഇവിടെ ഒരു ലൈനിങ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടുപരിച്ചുണ്ടോ? അതെ, ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, സിയും ഒയും രണ്ട് സർക്കിളിൻ്റെ സെൻറ്ററാണ്, വൃത്തകേന്ദ്രമാണ്. AQ എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, ആൻഡ് AP എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ PBQ ഇവൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, നേരെ വരെയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവൻ്റെ ആംഗിൾ കൂട്ടുമ്പോൾ 180 വരണം. അതായത് ഇങ്ങനെ ഒരു ലൈൻ, ഈ ആംഗിൾ കൂട്ടുമ്പോൾ, അല്ല ഇവിടുത്തെ ഈ ഒരു ആംഗിൾ കൂട്ടുമ്പോൾ 180 വരണം. ഞാൻ AB ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. ഈ ഒരു സർക്കിളിൽ ഡയാമീറ്റർ വ്യാസം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ആൻഡ് അപ്പുറത്തൊരാൾ കൂടി ഉണ്ട് നമുക്ക്, അല്ലേ? അപ്പുറത്ത് ചെറിയൊരു സർക്കിൾ ഉണ്ട്, അവൻ്റെ ഡയാമീറ്റർ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അവനും 90 ആണ്. അപ്പോൾ ഈ 90 പ്ലസ് 90 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും സ്ട്രെയിറ്റ് ലൈനാണ്, നേരെ വരകളാണെന്ന് പ്രൂവ് ചെയ്യാം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെയിം നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, വീണ്ടും എയും ബിയും ഉണ്ട്. എയും ബിയും നമ്മളെ വിട്ടു പോകത്തില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. In the figure, O is the center. Okay, ABCD are the points on the circle. AEB എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആയിക്കോട്ടെ, AEB 30 ഡിഗ്രി. CBE ഞാനൊന്ന് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നു. നമുക്കൊന്ന് വരച്ചേക്കാം. ഓക്കെ, വരക്കുമ്പോൾ പോസ് ചെയ്യണോ? വേണ്ടല്ലോ. വേണോ സാറേ? പോസ് ചെയ്യണോ? പോസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ പെട്ടെന്ന് മിസ് വരച്ച് ചെയ്യും. കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ 30 ഡിഗ്രിയാണ്. ആൻഡ് ഇവൻ 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ C, ഇവിടെ D, ഇവിടെ E, ഇവിടെ A, ഇവിടെ B. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് BCE കണ്ടുപിടിക്കാൻ. അതായത് ഈ ഒരു ആംഗിൾ നമുക്കറിയാം, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്, ത്രികോണം അല്ലെ? ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പോൾ ഒരാൾ 30ഉം ഒരാൾ 20 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളെ കണ്ടുപിടിക്കാൻ 180 ഈ 30ഉം 20 മൈനസ് ചെയ്താൽ പോരെ? അതായത് 180 മൈനസ് 50 130 ഡിഗ്രി വരും. 130 ഡിഗ്രി ഇസ് ദി ആൻസർ. ADB കണ്ടുപിടിക്കുക. അതായത് ADB ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആംഗിളും സെയിം ആയിരിക്കുമല്ലോ? ഇവനും ഞാൻ കളർ ഒരേപോലെ കൊടുക്കാം. ഈ ഒരു ആംഗിൾ അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ സെയിം ആയിരിക്കും. കാരണം AB എന്ന് പറയുന്ന ആൾ സർക്കിളിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. ഇവൻ 130 ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ 180 ആണ്. 180 നിന്ന് 130 മൈനസ് ചെയ്താൽ ഇവൻ 50 ഡിഗ്രി എന്ന് വരും. ഇവൻ 50 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവനും 50 ഡിഗ്രി. വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ കേട്ടോ, 50 ഡിഗ്രി. ഇനി DAB അതാ ഇവൻ DAB ഈ ഒരു ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. DAB ഇവിടെ. DB എന്ന് പറയുന്നത് എന്താണ്? ഡയാമീറ്ററാണ്. ഡയാമീറ്റർ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. കഴിഞ്ഞു. ഡയാമീറ്റർ ആണ്, ഡയാമീറ്റർ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. സെറ്റല്ലേ? കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ABD. അതായത് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ഇവിടെ ഒരു ട്രയാംഗിൾ വന്നിട്ടുണ്ട് അല്ലേ? റൈറ്റ് ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ 50, ഒരു ആംഗിൾ 90. രണ്ട് ആംഗിളും വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ
180 നിന്ന് ഈ 90 50 അങ്ങ് മൈനസ് ചെയ്യുക. എത്ര വന്നു? 140 ഡിഗ്രി വരും. അപ്പോൾ ഇവൻ്റെ ഉത്തരം കിട്ടി 140 ഡിഗ്രി. കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, സില്ലി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ആംഗിൾസ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വെറുതെ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, CEDAB ആൻഡ് ഇവിടെ O എന്ന് പറയുന്നത് സെൻറ്ററാണ്. സെൻറ്റർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പോയിന്റ് M. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ADB. ഓക്കെ, ADB എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 20 ഡിഗ്രി ആയിക്കോട്ടെ. BAC എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ CMD ഓക്കെ, ഇവൻ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് നോക്കിയേക്കാം. BDC ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഭയങ്കര സിമ്പിൾ അല്ലേ? നോക്കിക്കേ, BC എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്നത് 50 ആണെങ്കിൽ അതേ BC ഇവിടെ ഉണ്ടാക്കുന്നതും 50 ഡിഗ്രി തന്നെ. പെട്ടെന്ന് കിട്ടി 50 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് ACB അതായത് ഈ ഒരു ആംഗിൾ. ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി തന്നെ വന്നിരിക്കുന്നു. ഈ ഒരു AB എന്ന് പറയുന്ന ആള് ഇവിടെ ഉണ്ടാക്കുന്ന 20 ആണെങ്കിൽ അതേ AB ഇവിടെ ഉണ്ടാക്കുന്നതും 20 ഡിഗ്രി ആയിരിക്കും. സോ 20 ഡിഗ്രി അവനെയും കിട്ടി. ഇനി അടുത്തത് ABC. ഓക്കെ, ABC എന്ന് പറയുന്നത് നോക്കിയേക്കാം. എല്ലാവരും നോക്കിക്കേ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടിയോ? ഒരു ത്രികോണം കിട്ടിയോ? അതിൽ ഒരു ആംഗിൾ 50, ഒരു ആംഗിൾ 20. മൂന്നാമത്തെ ആംഗിളെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ 180 നിന്ന് 50ഉം 20ഉം അങ്ങ് മൈനസ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതായത് 50 20 180 മൈനസ് 70 110 ഡിഗ്രി വന്നു. ഇവൻ 110 ഡിഗ്രി 110. അതും കഴിഞ്ഞു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ആംഗിൾസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ഭാഗ്യമാണ്. എത്ര മാർക്കിനൊക്കെ വന്നത്? 4 മാർക്കിനൊക്കെയാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആംഗിൾ DCE ഓക്കെ, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DCE കണ്ടുപിടിക്കണമെങ്കിൽ നോക്കുക, ഈ ഒരു ട്രയാങ്കിൾ കണ്ടായിരുന്നോ നിങ്ങൾ? ഈ ഒരു പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഈ ഒരു ട്രയാങ്കിൾ കണ്ടായിരുന്നോ? കണ്ടു. അപ്പോൾ ഈ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്. 180 നിന്ന് രണ്ടുപേരെയും മൈനസ് ചെയ്താൽ നമുക്ക് ഇവനെ കിട്ടും. 120 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കിട്ടും. എന്നിട്ട് ഈ ടോട്ടൽ 180 നിന്ന് 20ഉം 120ഉം അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, സോറി 120 അല്ല, 20ഉം 70 120 ബാക്കി 60. ഓക്കെ, അതായത് 80 മൈനസ് ചെയ്താൽ മതി. ഒന്ന് മിസ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഇത്രേ ഉള്ളൂ. ആ പച്ച കളറുള്ള ട്രയാങ്കിൾ കണ്ടോ? അതിൽ 2 ആംഗിൾ നമുക്കറിയാം. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ 180 നിന്നും 50ഉം 70, അതായത് 120 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 60 ഡിഗ്രി കിട്ടി. ഇത് ടോട്ടൽ 180 ആണ്. ഈ ടോട്ടലിൽ നിന്ന് ഈ 20ഉം 60ഉം മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ 180 നിന്ന് 20ഉം 60ഉം ആയ 80 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വന്നു? 100 ഡിഗ്രി കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. ആംഗിൾ AMD എന്ന് പറയുന്നത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ BCD കണ്ടുപിടിക്കുക. അതായത് BCD ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നോക്കിക്കേ, AC എന്ന് പറയുന്ന ആള്. ഓക്കെ, AC എന്ന് പറയുന്ന ആള് ഇവിടെ ഉണ്ടാക്കുന്നത് 40 ആണെങ്കിൽ അതേ AC ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 40 തന്നെ ആയിരിക്കണ്ടേ? ഈ ഒരു AC എന്ന് പറയുന്ന കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ആണെങ്കിൽ അതേ AC ഇവിടെ ഉണ്ടാക്കുന്നതും 40 ഡിഗ്രി തന്നെയാണ്. സോ ഇവൻ 40 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ അവൻ 40 ആണെങ്കിൽ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഒരു ട്രയാങ്കിൾ കണ്ടായിരുന്നോ? ട്രയാങ്കിൾ CMB, അതായത് ഒരെണ്ണം 90 ഡിഗ്രി, ഒരെണ്ണം 40 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180 നിന്നും ഈ 90ഉം 40ഉം അങ്ങ് മൈനസ് ചെയ്യുക. ഓക്കെ, അതായത് 130 മൈനസ് അല്ലേ, 180 മൈനസ് 130 50 ഡിഗ്രി എന്ന് വന്നു. സെറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈൻഡ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലോട്ട് ഫ്ലാഷ് ബാക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു ഫിഗർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെമി സർക്കിൾ ആണോ? ഒന്നുമില്ല. അവരുടെ സെൻട്രൽ ആംഗിൾസ് എന്ന് പറയുന്നത്, സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ എത്ര വരണം? 180 വരണം. അത്രേ ഉള്ളൂ. സം ചെയ്യുമ്പോൾ രണ്ടുപേരെയും തമ്മിൽ എന്താണ് സെമി സർക്കിൾ വരുമോ? 2 ആർക്കും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ സെൻട്രൽ ആംഗിൾ, അവരുടെ കേന്ദ്ര കോണുകൾ കൂട്ടുമ്പോൾ 180 വരുമെന്നോ നോക്കാം. വന്നു കഴിഞ്ഞാൽ
അവരെ കൂട്ടി വെക്കുമ്പോൾ അർദ്ധവൃത്തം കിട്ടും, സെമി സർക്കിൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ലൈവ് ഒന്ന് പോയി കാണുക. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയൊരു ക്വസ്റ്റൻ ആണ്. അതിൻ്റെ ആൻസറും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ. പേരുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും, നോ പ്രോബ്ലം. സെയിം പാറ്റേൺ, സെയിം ആളെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഞാനിതിൽ വീണ്ടും ഇനി നിൽക്കുന്നില്ല. നമുക്കിനി ഈ ഒരു ലാസ്റ്റ് അല്ലേ 2 തവണ വെള്ളം കുടിച്ച ക്വസ്റ്റ്യൻ അല്ലേ ഒരു ക്ലാസ് ആയിരുന്നു, ഒന്നുമില്ല ചുമ്മാ പറഞ്ഞാണ്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഉറപ്പായും വരും എന്ന് ഷുവറായിട്ട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഒന്നുമില്ല, സർക്കം റേഡിയസ് 4 സെൻറ്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ 55ഉം 62.5 ഡിഗ്രിയും വരുന്ന ഒരു ട്രയാങ്കിൾ വരക്കണം. 55ൻ്റെ ഇരട്ടി എടുക്കുക, എത്രയാണ്? 110. 50 ഓക്കെ, 110 ഡിഗ്രി. 62.5യുടെ ഇരട്ടി എടുക്കുക, എത്രയാണ്? 125 ഡിഗ്രി. 125 ഡിഗ്രി. രണ്ടുപേരുടെയും എന്തെടുക്കണം? ഡബിൾ എടുക്കണം. ഡബിൾ എടുത്തിട്ട് സെൻട്രൽ ആംഗിൾ വരക്കണം. ഓക്കെ, സെയിം ഏത് ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ എടുത്താണ് വരക്കാം. അപ്പോൾ ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു പോയിക്കാം. എല്ലാവരും അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അതാ നോക്കാം. സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള എന്ത് വരച്ചു? സർക്കിൾ വരച്ചു. ഇനി ആ സെൻട്രൽ ആംഗിൾസ് അല്ലെങ്കിൽ 55ൻ്റെയും 62.5യുടെയും പകുതിയല്ല അതിൻ്റെ ഇരട്ടി എടുക്കുന്നു. അതായത് 110 ഡിഗ്രി ഞാൻ എന്താ ഇവിടെ വരച്ചു, 110 ഡിഗ്രി. ഇനി അടുത്തെന്ന് പറയുന്നത് 62.5യുടെ ഇരട്ടി, അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 125 ഡിഗ്രി. 125 ഡിഗ്രിയും വരച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. 125 ഡിഗ്രി വരച്ചു. ഞാൻ നോക്കിയ സർക്കിൾ ടച്ച് ചെയ്യുന്ന 3 പോയിന്റ്സ് കിട്ടി. ആ 3 പേര് തമ്മിൽ യോജിപ്പിച്ചാൽ മതി, നമ്മുടെ ഉത്തരമായി. എപ്പിടി അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നോക്കി, ഇവർ രണ്ടുപേരും ആംഗിൾ ഉണ്ടാക്കുന്നത് 110 ആണെങ്കിൽ ആ രണ്ടുപേര് ഇവിടെ ഉണ്ടാക്കുന്നത് അതിൻ്റെ പകുതി 55 ആയിരിക്കും. ഈ രണ്ടുപേര് 125 പകുതി, സെൻട്രൽ ആംഗിൾ 125 ആണെങ്കിൽ അതേ ആളുകൾ ഇവിടെ ഉണ്ടാക്കുന്നത് 125ൻ്റെ പകുതി 62.5 ആയിരിക്കും. ഓക്കെ, സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും വരച്ച് കാണും. നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ്. പല ആംഗിൾസ് മാറി തിരിഞ്ഞു വരെ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ചെയ്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയിലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ റെഗുലർ ക്ലാസ് അല്ലെങ്കിൽ റെഗുലർ ഓൺലൈൻ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളുണ്ട് ന്യൂട്ടൺസിൻ്റെ. അതറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കുറച്ചധികം മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും ന്യൂട്ടൺസിലെയും ബാക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് നല്ല മാർക്ക് കിട്ടിയാൽ ഇതുപോലെ തന്നെ മുന്നേറുക. ഇനി മാർക്ക് കുറഞ്ഞു പോയി, അയ്യോ മിസ് എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അതൊന്നോർത്ത് ടെൻഷനേ വേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് ഓണപരീക്ഷയുടെ മാർക്ക് കിട്ടി, നമുക്ക് തന്നെ ഒരു വാല്യുവേഷൻ, നമ്മളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഘവത്തോടെ കാണാനല്ല മിസ് പറഞ്ഞത്. ഓക്കെ, പരീക്ഷയാണ്, നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം റിസൾട്ട് നമ്മളെ തേടി വന്നിരിക്കും. അത് വൈകാതെ തന്നെ വരും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇപ്പോൾ നമുക്കൊരു പാറ്റേൺ, ഒരു ഐഡിയ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് എക്സാം വരിക, എങ്ങനെയാണ് എഴുതേണ്ടത്, ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഒറ്റ എക്സാമിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വന്ന് കാണും. അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ച് ഇനിയും നമുക്ക് എത്ര മാർക്ക് കിട്ടിക്കോട്ടെ, അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള മാർക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ന്യൂട്ടൺസ് കൂടെ ഉണ്ടാകും. നിങ്ങളും കൂടെ ഉണ്ടാവണം. അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ട് തന്നെ എക്സാം, ഇനി വരുന്ന മാത്സ് എക്സാം കഴിഞ്ഞു. ഇനി മിസ് പറയാനുള്ളത്, കഴിഞ്ഞ എക്സാം കഴിഞ്ഞോട്ടെ, ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, കഴിഞ്ഞു പോയ എക്സാം ഇനി നമുക്ക് ഓണം സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാർക്കിലോട്ടൊക്കെ ആലോചിക്കാം, അല്ലെങ്കിൽ ഓണം എല്ലാം അടിച്ചു പൊളിക്കുക. ആദ്യം ഇനി ഓരോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓരോ എക്സാംസും കഴിഞ്ഞു. വരാനിരിക്കുന്ന എക്സാംസ് നെക്സ്റ്റ് ഡേ നമുക്ക് അല്ലേ 26-ാം തീയതി വരെയും എക്സാംസും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഈ ഒരു മന്ത് ലാസ്റ്റ് വരെ നമുക്ക് എക്സാംസ് ഉണ്ട്. ബാക്കി എക്സാംസിനെ അത് എഫക്റ്റ് ചെയ്യരുത്. ഒരു എക്സാമും വേറെ സബ്ജക്റ്റ് എക്സാംസിനെ എഫക്റ്റ് ചെയ്യാൻ ഒരു കാരണം അല്ലെങ്കിൽ അതിനൊരു ചാൻസ് നിങ്ങൾ വരുത്തരുത്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, അടുത്തടുത്ത എക്സാംസ് പഠിക്കുക, അതിനുശേഷം ഓണം അടിച്ചു പൊളിക്കുക, അതിനുശേഷമാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള എക്സാംസിനും അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം ടു. ഓക്കെ, yes, okay, bye, thank you guys.